ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട സമയത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ജോയ്സ് ടി വി എന്ന ഈ ടെസ്റ്റ്മെന്റ് ചാനലിലൂടെ കടന്നു വരുന്നതായ സാക്ഷ്യങ്ങൾ കേൾവിക്കാരാകുന്ന പ്രിയ ദൈവജനത്തിന് അത് അനുഗ്രഹമാകുന്നുവെന്ന് നിങ്ങളുടെ പ്രതികരണങ്ങളോട് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്നും നിങ്ങളുടെ എല്ലാ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ഇന്ന് ഒരു പുതിയ ജീവിതാനുഭവത്തിലേക്ക് അനുഭവം കേൾക്കുവാനായിട്ട് നാം കടന്നു പോവുകയാണ്. ബ്രദർ സെബി ഫ്രം ഫ്ലോറിഡ. പ്രൈസ് ദി ലോർഡ് സെബി. എന്തൊക്കെയുണ്ട്? സന്തോഷമായിരിക്കുന്നേ? ദൈവകൃപയാൽ സന്തോഷമായിരിക്കുന്നു. ഓക്കെ, നമ്മുടെ ജീവിതാനുഭവങ്ങളിലേക്ക് കടന്നു പോകുന്നതിനും ഒരു വാക്ക് ദൈവസന്നിധി സ്തോത്രം ചെയ്യാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ ദൈവമേ, അങ്ങയുടെ നാമം ഈ രാത്രികാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ സഭയുമായി ദൈവപാദപീഠത്തിൽ ഇരിക്കുവാൻ ഞങ്ങൾക്കൊരു അവസരം തന്നതിന് സ്തോത്രം. പ്രിയപ്പെട്ടവരോട് കേൾക്കുന്നതായ ആത്മീക ജീവിതാനുഭവങ്ങൾ കേൾവിക്കാർക്ക് ഒരു അനുഗ്രഹമായി തീരണമേ. കർത്താവിലേക്ക് അടുക്കുന്നതിന് മുഖാന്തരമാക്കി ദൈവത്തോട് മാറ്റണമേ. യേശു കർത്താവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു, ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഓക്കെ സെബി, തുടർന്നുള്ളതായ സമയങ്ങൾ സെബിക്കുള്ളതാണ്. നമ്മുടെ പ്രേക്ഷകരുടെ ആത്മീക വർധനവിന് വേണ്ടി ജീവിതാനുഭവങ്ങൾ ഷെയർ ചെയ്യാം. താങ്ക് യു പാസ്റ്റർ. പ്രൈസ് ദി ലോർഡ്. എന്നെ ശ്രവിക്കുന്ന എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ആദ്യമേ വന്ദനം പറയുന്നു. പ്രത്യേകിച്ച് ഇന്ന് ദിവസം ഇങ്ങനെ ജോയ്സ് ടി വിയിൽ ഒരു സാക്ഷ്യം പറയുവാൻ ദൈവം അവസരം നൽകിയതിനോർത്ത് കർത്താവിനോട് നന്ദി പറയട്ടെ. അതുപോലെ ഇതിനകത്തോട്ട് ഇൻവൈറ്റ് ചെയ്ത പാസ്റ്റർ തോമസ് ജോർജിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടുമുള്ള ഞങ്ങളുടെ നന്ദി രേഖപ്പെടുത്തുന്നു. ഒട്ടും താമസിക്കാതെ ഞാൻ എൻ്റെ സാക്ഷ്യത്തിലോട്ട് പ്രവേശിക്കട്ടെ. പാസ്റ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്തതുപോലെ എൻ്റെ പേര് സെബി, എൻ്റെ വൈഫിൻ്റെ പേര് ലിപ്സി. ഞങ്ങൾക്ക് 3 കുഞ്ഞുങ്ങളാണുള്ളത്. മൂത്ത മകൻ ജോനാഥൻ, മോള് ജൊഹാന, എൻ്റെ ഇളയ മോൻ ജർമായ. ഞങ്ങൾ US ഫ്ലോറിഡ എന്ന് പറഞ്ഞ സ്ഥലത്തായിരിക്കുന്നു. ഇവിടെ വന്നിട്ട് ഇപ്പോൾ 3 വർഷമായിട്ടുള്ളൂ. അതിനു മുമ്പ് ഞങ്ങൾ ഇന്ത്യയിൽ ബാംഗ്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. അവിടെ ദീർഘനാൾ ജോലിയും അതുപോലെ കർത്താവിനെ കഴിയുന്ന വിധത്തിൽ ശുശ്രൂഷ ചെയ്യുവാനുള്ള അവസരം ലഭിച്ചു. ഞാൻ ഇന്ന് എൻ്റെ ഒരു 2 സാക്ഷ്യം പറയുവാനാണ് ആഗ്രഹിക്കുന്നത്. അതിനകത്ത് മെയിനായിട്ട് ഞാൻ എങ്ങനെ വിശ്വാസത്തിലോട്ട് വന്നു എന്നുള്ളത് ആദ്യമേ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഒരു പെന്തക്കോസ്ത് ബാക്ക്ഗ്രൗണ്ടിലല്ല ജനിച്ചു വളർന്നത്. ഇങ്ങനെയുള്ള ഒരു അനുഭവമായിട്ട് എനിക്ക് ഒരു പരിചയവും മുൻപില്ല. വളരെ യാദൃശ്ചികമായിട്ട്, അല്ലെങ്കിൽ എന്നെ ഇതിനകത്തോട്ട് കർത്താവ് പിടിച്ചു കൊണ്ടുവരികയാണ് ചെയ്തത്, അല്ലാതെ ഞാൻ തേടിപ്പോയതല്ല. അപ്പോൾ അതിൻ്റെ അനുഭവമാണ് ആദ്യം ഞാൻ പറയുന്നത്. ഞാനൊരു റോമൻ കാത്തലിക് കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. വളരെ അനുഗ്രഹിക്കപ്പെട്ട കുടുംബം. എൻ്റെ കുടുംബത്തിൽ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. വളരെ നല്ലൊരു കുടുംബം. എനിക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട പേരൻസാണ്. അവരിപ്പോഴും ജീവിച്ചിരിക്കുന്നു. ഇപ്പോഴും വളരെ സ്നേഹത്തോടെ കരുതുന്നു. അതുപോലെ എനിക്കൊരു സഹോദരി കുടുംബമായിട്ട് ദുബായിയുടെ പ്രദേശത്തായിരിക്കുന്നു. അപ്പോൾ ഞാനിങ്ങനൊരു റോമൻ കാത്തലിക് കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. വളരെ ചെറുപ്പം തുടങ്ങി ഞാൻ ആത്മീയ കാര്യങ്ങളിൽ വളരെ സജീവമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഞാനൊരു 5th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ തുടങ്ങി ചർച്ചിൽ പോയി, പള്ളിയിൽ പോയി അച്ഛന്മാരോടൊപ്പം അൾത്താര ശുശ്രൂഷ എന്ന് പറയുന്നത് ആൾട്ടർ ബോയ് ആയിട്ട് എന്നും എനിക്ക് തോന്നുന്നു വളരെ ചുരുക്കം മുടക്കിയിട്ടുള്ളൂ. അല്ലെങ്കിൽ രാവിലെ തന്നെ പള്ളിയിൽ പോകും. അങ്ങനെ ചർച്ചിൻ്റെ കാര്യങ്ങളിൽ വളരെ ആക്റ്റീവായിട്ട് പങ്കെടുത്തു പോകുന്ന വളരെ ചെറുപ്പത്തിൽ തുടങ്ങി ഈ പള്ളി കാര്യങ്ങളെല്ലാം വളരെ ഉത്സാഹിയായിരുന്നു. എല്ലാ കാര്യത്തിലും റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ആത്മീയ പശ്ചാത്തലത്തിലാണ് ഞാൻ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വളരെ ഉത്സാഹിച്ച് വളർന്നു വന്ന ഒരു പാരമ്പര്യമാണ് എനിക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ വളരെ നന്നായിട്ട് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരുന്നു. ഇനി എന്നെ നന്നായിട്ട് ശിക്ഷിച്ച് വളർത്തുന്ന, നന്നായിട്ട് അടിച്ചു വളർത്തുന്ന പേരൻസാണ് എനിക്കുണ്ടായിരുന്നത്. അന്ന് എനിക്കത് ബുദ്ധിമുട്ടായിരുന്നു. എങ്കിൽ തന്നെയും അന്ന് അവരെ ശിക്ഷിച്ച് വളർത്തിയതിൻ്റെ ഗുണം പിന്നീട് എനിക്ക് മനസ്സിലായി. അപ്പം അതുപോലെ എന്നെ വളരെ നല്ല രീതിയിൽ ടേക്ക് കെയർ ചെയ്തൊരു പേരൻസ്, നല്ലൊരു കുടുംബത്തിൽ ഞാൻ വളർന്നു. നന്നായി പഠിക്കുമായിരുന്നു. 10th വരെ ഒരു കുഴപ്പമില്ലാതെ അങ്ങനെ എൻ്റെ എഡ്യൂക്കേഷൻ കടന്നുപോയി. നല്ല മാർക്കോടുകൂടി ഞാൻ SSLC പാസ്സായി.
അത് കഴിഞ്ഞ് അവിടെ ഒരു കോളേജുണ്ട്, കാലടി ശ്രീശങ്കര കോളേജ് എന്ന് പറയും. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കോളേജാണ്. ആ കാലത്ത് വളരെ സമരങ്ങളും വളരെ രാഷ്ട്രീയത്തിന് ഫേമസ് ആയ ഒരു കോളേജായിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറെ കൂടി വളരെ ഇമ്പ്രൂവായി നല്ലൊരു എഞ്ചിനീയറിംഗ് കോളേജായിട്ട് അത് മാറി. എന്നാൽ ഞാൻ പഠിക്കുന്ന സമയത്ത് എപ്പോഴും സമരവും പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു കോളേജ്. അവിടെയാണ് ഞാൻ പ്രീ ഡിഗ്രിക്ക് ചേരുന്നത്. അവിടെ പ്രീ ഡിഗ്രി പഠിച്ചിറങ്ങി കുഴപ്പമില്ലായിരുന്നു. അത് കഴിഞ്ഞ് BSc നമ്മുടെ ഹയർ ലെവൽ എഡ്യൂക്കേഷനിലോട്ട് കയറി BSc ഫിസിക്സ് പഠിക്കുവാൻ ഞാൻ ചേർന്നു. ഫസ്റ്റ് ഇയർ ഇതുപോലെ കുഴപ്പമില്ലാതെ പോയി. എന്നാൽ സെക്കൻഡ് ഇയർ ആയപ്പോൾ വീട്ടിലെല്ലാ സ്ട്രിക്ട്നെസ്സും, പൊതുവെ കുട്ടികൾക്ക് പറ്റുന്ന ഒരു കാര്യമാണ് വീട്ടിലെ സ്ട്രിക്ട്നെസ്. വെളിയിൽ ചെല്ലുമ്പോഴാണ് അവരത് ആഘോഷമാക്കുന്നത് എന്ന് പറഞ്ഞോണം. എൻ്റെ ലൈഫിലും അതുവരെ ഉണ്ടായിരുന്ന എല്ലാ റെസ്ട്രിക്ഷനും മാറിക്കിട്ടുന്ന ഒരു സമയമാണ് ഈ കോളേജ് പീരീഡ് എന്ന് പറഞ്ഞത്. അപ്പോൾ ആ കോളേജിലോട്ട് കയറിയപ്പോൾ എൻ്റെ ക്യാരക്ടർ വളരെ ചേഞ്ചായി. എനിക്ക് അതിന് പറ്റിയ കൂട്ടുകാരെ കിട്ടി. അങ്ങനെ വളരെ ഒരു എന്താ പറയുക, റോങ് ഡയറക്ഷനിലോട്ട് എൻ്റെ ലൈഫ് ചലിക്കാൻ തുടങ്ങി. ഞാൻ പഠനത്തിൽ ഉഴപ്പാൻ തുടങ്ങി, തെറ്റായ കൂട്ടുകെട്ടുകളിൽ ചെന്നുപെട്ടു, തെറ്റായ റിലേഷൻഷിപ്പിൽ പോകാൻ തുടങ്ങി, പിന്നെന്താ പറയുക, സിഗരറ്റ് വലിക്കാൻ തുടങ്ങി. പതുക്കെ കൂട്ടുകാർക്ക് കൂടുമ്പോൾ എല്ലാം തമാശയ്ക്കാണ് നമ്മൾ തുടങ്ങുന്നത്. പിന്നെ അത് പതുക്കെ നമ്മളതൊരു അഡിക്ഷനായിട്ട് പിടിക്കും. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീരുന്നതാണ് പിന്നെ ഞാൻ കാണുന്നത്. തമാശയ്ക്ക് ഒരു ടൈം പാസ് എന്നുള്ള നിലയ്ക്ക് എല്ലാവരും, അതായത് പൗരുഷത്വം കാണിക്കാന്ന് പറയും. ഓക്കെ, നിന്റെ കൂട്ടുകാരൻ വലിക്കുന്നു, അപ്പോൾ നമുക്കൊന്ന് ആളാവാൻ വേണ്ടി പതുക്കെ ഒന്ന് സിഗരറ്റ് വലിക്കാൻ തുടങ്ങി. പിന്നെ അത് ഗ്രാജുവലി അതൊരു ഹാബിറ്റായി മാറി. അതുപോലെ 2-3 പേര് കൂടി ഇരിക്കുമ്പോൾ മദ്യപിക്കും. അതൊരു ആദ്യം ഒരു ചെറിയ ഡോസിലായിരിക്കും തുടങ്ങുന്നത്. ഓക്കെ, നമ്മുടെ എനിക്കും പറ്റുമടാ എന്ന് കാണിക്കുന്ന രീതിയിൽ. പക്ഷേ അത് പതുക്കെ അതൊരു ശീലമാകാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ ലൈഫിനെ അത് വല്ലാതെ ബാധിച്ചു, വല്ലാതെ സ്വാധീനിച്ചു. പല ക്ലാസ്സുകളും ഞാൻ കട്ട് ചെയ്യാൻ തുടങ്ങി, ക്ലാസ്സുകൾ മിസ്സാവാൻ തുടങ്ങി, ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങി നടന്ന് മൂവി കാണാൻ തുടങ്ങി. അങ്ങനെ വീട്ടിൽ വരുമ്പോൾ വളരെ മാന്യനാണ്. രാവിലെ നല്ല കുളിച്ചൊരുങ്ങി നന്നായിട്ട് സ്കൂളിൽ പോകും, കോളേജിൽ പോകും. വൈകുന്നേരം ആകുമ്പോൾ കുഴപ്പമൊന്നുമില്ലാതെ വീട്ടിൽ ചെല്ലും. എന്നാൽ ഇതിൻ്റെ ഇടയ്ക്ക് എന്താണ് നടക്കുന്നതെന്ന് വീട്ടുകാർക്ക് അറിയാനുള്ള അങ്ങനെ ഒരു സിസ്റ്റം അന്നില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ അടിച്ചു പൊളിച്ച് ലൈഫ് മൊത്തം തകർത്തു. BSc ഫൈനൽ ഇയർ ആയപ്പോൾ എക്സാമിൻ്റെ ടൈമായപ്പോൾ എന്നെ ഒരു വല്ലാതെ ഭയം എന്നെ പിടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും അറിയത്തില്ല. എക്സാം എഴുതാറായപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു ബോധ്യം നമ്മുടെ മനസ്സിൽ കയറുന്നത്. ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. എനിക്ക് അതുവരെ പഠിപ്പിച്ച ഒരു സബ്ജക്റ്റിനെ കുറിച്ചും എനിക്ക് ഒരു വിവരമില്ല, ഒന്നുമില്ല. അപ്പോൾ അന്ന് പ്രൊജക്റ്റൊക്കെ വെക്കുന്നത് അല്ലെങ്കിൽ റെക്കോർഡ് വെക്കുന്നത് ഫ്രണ്ട്സിൻ്റെ ആരുടെയെങ്കിലും സഹായത്തോടെ എഴുതും, സാർമാരെ കൊണ്ടായി കാണിക്കും, മാർക്ക് ലഭിക്കും എന്നതല്ലാതെ പഠിപ്പിച്ച സബ്ജക്റ്റിനെ കുറിച്ച് ഒരു ബോധ്യവും ഒരു വിവരവും ഇല്ല. അപ്പോൾ എക്സാം എഴുതാറായി കഴിഞ്ഞപ്പോൾ ഈ ബുക്ക് നമ്മുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ വല്ലാത്തൊരു ഭയം അകത്ത് വരും, വല്ലാത്ത ടെൻഷൻ. എനിക്ക് എന്താ പറയുക, എന്നെ തന്നെ വിറയ്ക്കാൻ തുടങ്ങി. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാനപ്പോൾ വീട്ടിലിരുന്ന് കരയാൻ തുടങ്ങി. ഞാനൊരു വയറുവേദനയായിട്ട് അഭിനയിക്കുകയാണ്. ഞാൻ എക്സാമിന് പോയിട്ട് കാര്യമില്ലെന്നറിയാം. അപ്പോൾ എങ്ങനെ മിസ്സാക്കാം, എന്തെങ്കിലും റീസൺ വേണമല്ലോ. എഴുതി തോറ്റു കഴിഞ്ഞാൽ പേരൻസ് നല്ല സ്ട്രിക്റ്റ് ആയിട്ടാണ് വളർത്തിയത്, നല്ലത് കിട്ടുമെന്ന് അറിയാം. അപ്പോൾ ഞാൻ ചില കള്ളത്തരം കാണിച്ചു. എനിക്ക് വയ്യ എന്നുള്ള ഒരു രോഗം പോലെ അഭിനയിച്ച് എൻ്റെ അമ്മേനെ വിശ്വസിപ്പിച്ചു. അമ്മ പ്രത്യേകിച്ച് ആൺമക്കളോട് സ്നേഹം കൂടുതലായിരിക്കും. അപ്പോൾ അമ്മയുടെ സ്നേഹത്തെ ഞാൻ മുതലെടുത്ത് അങ്ങനെ ഫസ്റ്റ് എക്സാം എങ്ങനെയോ നോണ പറഞ്ഞ് സ്കിപ്പ് ചെയ്ത് രണ്ടാമത്തെ എക്സാം ആയപ്പോഴും ആദ്യത്തെ എക്സാം എന്തായാലും പോയി. ഇനിയിപ്പോൾ എഴുതിയിട്ട് കാര്യമൊന്നുമില്ലെന്നുള്ള ചിന്ത വന്ന് വീട്ടിൽ വഴക്കിട്ട് അപ്പച്ചൻ എൻ്റെ പപ്പ ഒരുപാട് വഴക്കുണ്ടാക്കിയെങ്കിലും ഞാൻ അതിനെ എല്ലാം എതിർത്ത് നിന്ന് ആ ഇയർ എക്സാം ഒന്നും എഴുതിയില്ല. ഫൈനൽ ഇയർ ആയപ്പോൾ ഒറ്റ സബ്ജക്റ്റും എഴുതാതെ ഞാൻ തോറ്റു. ആ ഇയർ വേസ്റ്റ് ആക്കി കളയാണ്. ഞാൻ അങ്ങനെ BSc പാസ്സാകുന്നതിന് പകരം അത് ഫെയിൽ ആവുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എക്സാം എഴുതിയെടുക്കുന്നത് 2 വർഷം കൂടി കഴിഞ്ഞിട്ടാണ് എക്സാം എഴുതിയെടുക്കുന്നത്. അപ്പോൾ ആ 2 വർഷത്തെ എൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഡിപ്രഷൻ സ്റ്റേറ്റ് പോലെയാണ്. കാരണം വീട്ടിൽ ഇരിക്കുമ്പോൾ എന്നെ നന്നായിട്ട് വളർത്തി, എനിക്ക് ഒരു കുറവുമില്ലാതെ വളർത്തിയ പേരൻസിൻ്റെ മുഖം, അവരുടെ കണ്ണുനീര്, അപ്പച്ചനാണെങ്കിൽ എന്നും ദേഷ്യപ്പെടുന്നത് കാണുമ്പോൾ, അതായത് അവരുടെ വേദന കൊണ്ടാണ് ദേഷ്യപ്പെടുന്നത്. കാരണം മകൻ നല്ല രീതിയിൽ പഠിച്ചു വരുമെന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി വളർത്തിക്കൊണ്ട് വന്നു.
എൻ്റെ ഒരു അമ്മ അവിടുത്തെ സ്കൂളിലെ ടീച്ചറാണ്. അപ്പോൾ അവരുടെ വിഷമം മനസ്സിലാക്കണം. സ്വന്തം ഒരു ടീച്ചറായ അമ്മയുടെ മകൻ എഡ്യൂക്കേഷനിൽ തകർന്നിരിക്കുമ്പോൾ അമ്മയുടെ വിഷമം എല്ലാം മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ നടുവിൽ എനിക്കങ്ങ് ഭയങ്കര ഒരു ഡിപ്രഷൻ സ്റ്റേജായി. ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ എനിക്കങ്ങ് വളരെ ഭയങ്കര ബുദ്ധിമുട്ട്, വീട്ടിലിരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാൻ ചെല്ലുമ്പോഴത്തേക്കും അപ്പച്ചൻ എഴുന്നേറ്റ് പോകും. അപ്പോൾ വീട്ടിലത്തെ അന്തരീക്ഷം ആകെ മാറി. കാരണം ഞാനിങ്ങനെ നശിച്ചു പോയല്ലോ എന്നുള്ള ചിന്ത അവർക്ക് വളരെ പ്രയാസം ഉണ്ടാക്കുന്നതാണ്. എനിക്കും ആ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഞാൻ എന്തോ അങ്ങനെ ആയിപ്പോയി. അങ്ങനെ ഒരു തെറ്റായ വഴിയിൽ അകപ്പെട്ട് പിന്നെ എനിക്ക് കയറി വരാൻ പറ്റാത്തൊരവസ്ഥയിലായി. അങ്ങനെ ഞാനപ്പോൾ വീട്ടിലിരിക്കത്തില്ല. ഞാൻ രാവിലെ ആകുമ്പോൾ ഇറങ്ങിപ്പോവും, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും. ഇതുപോലെ ഏതെങ്കിലും ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ അതിന് പറ്റിയ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവരുടെ കൂടെ ഇതുപോലെ തന്നെ ലൈഫ് പുകവലിക്കുക, ഈ പറഞ്ഞ അന്നത്തെ മാരകമായ ലഹരി വസ്തുക്കളാണെന്ന് എനിക്ക് തോന്നുന്നു, എന്തൊക്കെയോ പേര് മറന്നുപോയി, ഹാൻഡ്സ്, പാൻപരാഗി വകെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് വളരെ നശിച്ച് പകൽ മൊത്തം ഇങ്ങനെ ഒരു വല്ലാത്ത ബോധമില്ലാത്ത അല്ലെങ്കിൽ വേറെ ഏതോ ലോകത്ത് നടക്കുന്ന പോലെ ആയിരുന്നു 2 വർഷം. ഞാനൊരു ദിവസം ഓർക്കുന്നുണ്ട്, വല്ലാതെ മദ്യപിച്ച് ബോധമില്ലാതെ ഞങ്ങളുടെ അവിടെ ഒരു നാട്ടിലൊരു എന്താ പറയുക, ഒരു ചെറിയ കനാലുണ്ട്. അതിൻ്റെ സൈഡിൽ ബോധമില്ലാതെ കിടക്കുന്നത് ഞാൻ ഓർക്കുന്നു. ആ കനാൽ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൻ്റെ ഓടയിൽ നിന്ന് വരുന്ന വെള്ളമാണ്. അതായത് ഹോസ്പിറ്റലിൽ നിന്ന് പുറത്ത് വരുന്ന ഒരു ഓടയിൽ നിന്ന് വരുന്ന വെള്ളം. ആ വെള്ളം എൻ്റെ മുഖത്ത് തളിച്ചാണ് അവരെനിക്ക് അബോധാവസ്ഥയിലായി എന്നെ ഉണർത്തുന്നത്. അതുപോലെ ഒരു എന്താ പറയുക, ചെളിക്കുണ്ടിൽ കിടന്ന ഒരവസ്ഥയ്ക്ക് വളരെ നല്ല, ഞാൻ പറഞ്ഞല്ലോ, വളരെ നല്ല നന്നായിട്ട് പഠിക്കുന്ന, ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ വളരെ ഉത്സാഹിയായിരുന്ന ഒരു പൈതൽ എന്നുള്ള നിലയ്ക്ക് എൻ്റെ അവസ്ഥ ഇപ്പം ചെന്ന് നിൽക്കുന്നത് ഒരു ചെളിക്കുണ്ടിൽ ആർക്കും വേണ്ടാത്ത, അതായത് ഒരു നാറ്റം വമിക്കുന്ന ഒരവസ്ഥയിലായി ഞാൻ എത്തിച്ചേർന്നത്. എനിവേ, വീട്ടുകാരുടെ പ്രാർത്ഥനയാണോ അവരുടെ കണ്ണുനീരാണോ എന്തോ, എനിക്ക് 2 വർഷം കഴിഞ്ഞപ്പോൾ, അതായത് 2003 ഞാൻ 2001 BSc പഠിക്കാൻ കയറുന്നത്, 2003 പാസ്സാവേണ്ട, 2000 പഠിക്കാൻ കയറുന്നത്, 2003 പാസ് ഔട്ട് ആവേണ്ട ഞാൻ. എനിവേ, പിന്നെ 2 വർഷം കഴിഞ്ഞ് 2005 വീണ്ടും ഫൈനൽ ഇയർ എക്സാം എഴുതുന്നത്. അത് വീട്ടുകാരുടെ വേദന സഹിക്കാൻ വയ്യാതെ അവരുടെ കണ്ണുനീരും വീട്ടിലെ വളരെ വീർപ്പ് മുട്ടുന്ന അവസ്ഥയും കണ്ടിട്ട് എന്തോ എനിക്ക് തോന്നി പോയി എക്സാം എഴുതിയേക്കാം. പഠിച്ചിട്ടൊന്നുമില്ല, അപ്പോഴും പഠിച്ചിട്ടൊന്നുമില്ല. എന്തൊക്കെയോ ഒരു ചെറിയ ഓർമ്മയുണ്ടെന്നല്ലാതെ ഒന്നും അറിയത്തില്ല. 2 വർഷം കൊണ്ട് ആ കോഴ്സിൻ്റെ ടച്ച് എല്ലാം പോയി. എനിവേ, ഇവരുടെ കണ്ണുനീര് കാണാൻ വയ്യാത്തൊരവസ്ഥയായപ്പോൾ ഞാൻ വിചാരിച്ചു എക്സാം എഴുതിയേക്കാം. അങ്ങനെയാണ് വീണ്ടും 2005 ഞാൻ വീണ്ടും അപ്പിയർ ആവുന്നത് എക്സാമിന്. അപ്പോൾ എക്സാമിന് പോയിരിക്കുമ്പോഴത്തെ അവസ്ഥ വളരെ ലജ്ജാകരമാണ്. അതായത് നമ്മൾ സീനിയർ ആയിരുന്നപ്പോൾ പേടിപ്പിച്ചു വിട്ട പിള്ളേരൊക്കെ ഉണ്ട്. അതായത് ഫസ്റ്റ് ഇയർ പഠിച്ച കുട്ടികളുണ്ട്. അവരുടെ കൂടെ ഇരുന്നാണ് ഇപ്പോൾ എക്സാം എഴുതാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ചമ്മലും അതെല്ലാം ഉണ്ട്. നമ്മുടെ ഒരു ഭയങ്കര അതൊരു അനുഭവിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാകുന്നത്. വളരെ ജാളിയതോടെ, വളരെ വിഷമത്തോടെ അവരുടെ കൂടെ ഇരുന്ന് എക്സാം എഴുതുന്നു. എനിക്കറിയാൻ തോക്കുമെന്ന്. എനിവേ, വീട്ടുകാരെ ബോധിപ്പിക്കാൻ പോയി എഴുതുന്നതാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ഞാൻ ആകെ ചെയ്യുന്നത് ആ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതും, ആ ക്വസ്റ്റ്യൻ മറിച്ചും തിരിച്ചും എഴുതും. പിന്നെ എന്തെങ്കിലുമൊക്കെ ഓർമ്മയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ അതിനകത്ത് എഴുതി വയ്ക്കും. അല്ലാതെ എനിക്കറിയാം ഞാൻ എഴുതി വയ്ക്കുന്ന പൊട്ടത്തെറ്റാണ്, ഒന്നും കിട്ടാൻ പോകുന്നില്ലെന്ന്, ഒരു മാർക്കും കിട്ടാൻ പോകുന്നില്ലെന്ന് എനിക്കറിയാം. എങ്കിൽ തന്നെ ഞാൻ അങ്ങനെ എഴുതി വെച്ചിട്ട് പോന്നു. അങ്ങനെ ആ മിസ്സായ സബ്ജക്റ്റുകളൊക്കെ വീണ്ടും അപ്പിയർ ചെയ്തു. റിസൾട്ട് വരുന്ന സമയമായി കഴിഞ്ഞപ്പോൾ, ഞാൻ റിസൾട്ട് വരുന്ന ഡേറ്റ് പോലും എനിക്കറിയത്തില്ല. കാരണം നോക്കേണ്ട ആവശ്യമില്ല, ഞാൻ തോക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. പിന്നെ എൻ്റെ പപ്പ അല്ലെങ്കിൽ എൻ്റെ അപ്പച്ചൻ പറഞ്ഞപ്പോഴാണ് ഞാൻ അപ്പച്ചൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, ഓക്കെ ഒന്ന് ചെക്ക് ചെയ്തേക്കാം. അന്ന് പേപ്പറിലാണ് റിസൾട്ട് വരുന്നത്. അപ്പോൾ ഞാൻ ഈ മനോരമ ന്യൂസ് പേപ്പറിൻ്റെ റിസൾട്ട് വന്ന കോളത്തിൽ ഞാൻ എൻ്റെ ആദ്യം നോക്കിയത് 3rd ക്ലാസ്സിലെ, ഇൻ കേസ് ജയിച്ചാൽ തന്നെ 3rd ക്ലാസ്സിലേ വരത്തുള്ളൂ, അല്ലാതെ ഒരിക്കലും അതിനകത്ത് എൻ്റെ പേര് വരാൻ പോകുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഹോൾ ടിക്കറ്റ് എടുത്ത് 3rd ക്ലാസ്സിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ അതിനകത്ത് എൻ്റെ പേരില്ല. അപ്പോൾ ഞാൻ ഉറപ്പിച്ചു, ഞാൻ എന്തായാലും തോറ്റും, ഇനി അതിനകത്ത് പ്രതീക്ഷ ഒന്നും വെക്കാനില്ല. പിന്നെ അതൊക്കെ അങ്ങ് ഓടിച്ചു വിട്ടു. എനിവേ, ഞാൻ ചുമ്മാ എന്നിട്ട് അടുത്ത കോളത്തിലേക്ക്, സെക്കൻഡ് ക്ലാസ്സിൻ്റെ കോളത്തിൽ ജസ്റ്റ് ഒന്ന് എൻ്റെ 1-2 ഫ്രണ്ട്സ് വേറെ ഉണ്ടായിരുന്നു, അവരുടെ ഹോൾ ടിക്കറ്റ് നോക്കാമെന്ന് വെച്ച് നോക്കി വന്ന കൂട്ടത്തിലാണ് ആ സെക്കൻഡ് ക്ലാസ്സിൻ്റെ കോളത്തിൽ എൻ്റെ രജിസ്റ്റർ നമ്പർ കിടക്കുന്നു, പാസ്സായവരുടെ കൂട്ടത്തിൽ. ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഒരിക്കലും അത് സംഭവിക്കത്തില്ല, ഒരിക്കലും അതിനൊരു സാധ്യതയില്ല. അങ്ങനെ ഇനിയെ ദൈവത്തിൻ്റെ കൃപയാൽ എന്തോ ഒരു അത്ഭുതം, അത് അത്ഭുതം തന്നെയായിരുന്നു, അത് പിന്നീട് മനസ്സിലാവും. അപ്പോൾ അതങ്ങനെ ഞാൻ
ദൈവം സഹായിച്ച് ദൈവത്തിൻ്റെ മഹാകാരുണ്യ നിമിത്തം എല്ലാവരുടെയും കണ്ണുനീര് നിമിത്തം ഞാൻ അങ്ങനെ BSc ഫൈനൽ ഇയർ എക്സാം പാസ്സാകുകയാണ്. 5 വർഷത്തിന് 3 വർഷം കൊണ്ട് പാസ്സാവേണ്ട കോഴ്സ് 5 വർഷം കൊണ്ടാണ് പാസ്സാവുന്നത്. അപ്പോഴത്തേക്കും ഒരു ചിന്ത വന്നു, ഓക്കെ ഇനി എൻ്റെ ലൈഫ് നശിച്ചു, എന്തായാലും ഇതിൽ നിന്ന് രക്ഷപ്പെടണം. ഞാൻ സ്വയം രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. ഞാൻ വിചാരിച്ചു, ഓക്കെ എനിക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടണം, എനിക്ക് എന്തായാലും മുന്നോട്ടൊരു ഡോർ ഓപ്പൺ ആയിട്ടുണ്ട്, അത് ഇനി അടയ്ക്കാൻ പറ്റും, അത് അടഞ്ഞു പോകാൻ സമ്മതിക്കരുത്, ഫൈറ്റ് ചെയ്യണം, നമുക്ക് പുറത്തു തരണം. അപ്പോൾ ഞാൻ അതിന് കോഴ്സിന് പഠിക്കുവാനായിട്ട് പിന്നെ ഹയർ എഡ്യൂക്കേഷൻ, എനിക്ക് അതിനകത്ത് അന്ന് ഇഷ്ടമുള്ളൊരു കോഴ്സ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അന്ന് കമ്പ്യൂട്ടറൊക്കെ അങ്ങ് ഫേമസ് ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ അധികം കോഴ്സൊന്നും നമ്മുടെ നാട്ടിലില്ല. കമ്പ്യൂട്ടറുമായി സംബന്ധിച്ച് ആ കാലഘട്ടത്തിൽ അധികം കോഴ്സുകളൊന്നുമില്ല. അപ്പോൾ എനിക്ക് എന്തായാലും MCAക്ക് പോകണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ ആക്ച്വൽ ആഗ്രഹം BSc ഫിസിക്സ് കഴിഞ്ഞ് MSc ഫിസിക്സ് പോകണമെന്നായിരുന്നു. ബട്ട് അത് BSc ഫിസിക്സ് വളരെ മോശമായിട്ട് പഠിച്ചുകൊണ്ട് ഒരു വിവരവും ഇല്ലാത്തതുകൊണ്ട് പിന്നെ എൻ്റെ അടുത്തൊരു സെക്കൻഡ് ഓപ്ഷൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, എനിക്ക് കമ്പ്യൂട്ടർ പഠിക്കണം. കമ്പ്യൂട്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സ് പഠിക്കാമെന്ന് വെച്ച് MCAക്ക് അപ്ലൈ ചെയ്യാമെന്ന് വെച്ച് MCAക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ അന്ന് നാട്ടിലധികം കോഴ്സുകളൊന്നുമില്ല. ഞങ്ങളുടെ അടുത്ത് തന്നെ അങ്കമാലി ഡീപോൾ കോളേജ് എന്ന് പറഞ്ഞൊരു കോളേജുണ്ട്. അവിടെ ഈ കോഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ അഡ്മിഷന് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവർ അഡ്മിഷന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ ആപ്ലിക്കേഷൻ എല്ലാം നോക്കിയിട്ട് എന്നോട് പറഞ്ഞത് കട്ട് ഓഫ് മാർക്കിനേക്കാളും അവർ വെച്ചിരിക്കുന്ന കട്ട് ഓഫ് മാർക്കിനേക്കാളും 15 മാർക്ക് എനിക്ക് കുറവാണ്. അതായത് ഇപ്പോൾ 500 ആണ് കട്ട് ഓഫ് എങ്കിൽ എനിക്ക് 485 ഉള്ളൂ. എത്ര മാർക്കാണെന്ന് ഞാൻ ഓർക്കുന്നില്ല എക്സാക്ട്ലി, ബട്ട് 15 മാർക്ക്, ആ നമ്പർ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. 15 മാർക്ക് എനിക്ക് കുറവാണ് അവർ വെച്ചിരിക്കുന്ന കട്ട് ഓഫിനേക്കാളും. അപ്പോൾ ഈ 15 മാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എൻ്റെ ലൈഫിൽ. ആ 15 മാർക്ക് എന്തുവാന്നുള്ളത് പിന്നീട് വരുമ്പോൾ അറിയാം. അപ്പോൾ ഈ 15 മാർക്ക് എനിക്ക് കുറവാണ്. അപ്പോൾ അവിടെ അഡ്മിഷൻ ലഭിക്കാൻ ഒരു സാധ്യതയില്ല. അതായത് ബെയർ മിനിമം അവർക്ക് വേണ്ട മാർക്കിനേക്കാളും 15 എനിക്ക് കുറവാണ്. അപ്പോൾ അവിടെ എനിക്ക് ഒരു വിധത്തിൽ അഡ്മിഷൻ ലഭിക്കത്തില്ല. അപ്പോൾ വീണ്ടും എനിക്ക് ആകെ നിരാശയായി. അതായത് എനിക്ക് ആകെ ഇനി പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സ് ഇങ്ങനെയുള്ളത്, അല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും വളരെ കുറഞ്ഞ എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഇരിക്കെ എൻ്റെ അപ്പച്ചൻ പല വഴിക്കും ട്രൈ ചെയ്ത് ഒരു ഏജൻറ്റ് വഴി ബാംഗ്ലൂർ എനിക്കിങ്ങനെ ഒരു അഡ്മിഷൻ ലഭിക്കുകയാണ്. MCAക്ക് ഒരു കോളേജിൽ മാനേജ്മെൻറ്റ് പൈസ കൊടുത്ത് പഠിക്കുന്ന രീതിയിൽ ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടുകയാണ്. പക്ഷെ എനിക്ക് പോകാൻ ഒരു താല്പര്യമില്ല. കാരണം എൻ്റെ ഫ്രണ്ട് സർക്കിളെല്ലാം ഈ പറഞ്ഞ നാട്ടിലും എൻ്റെ ചുറ്റുവട്ടത്തുമാണ് ഫ്രണ്ട് സർക്കിള്. അവരെ മാറി വേറൊരു സ്ഥലത്തേക്ക് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അന്ന് ഞാൻ അറിയുന്ന ദൈവത്തെ വാസ്തവത്തിൽ എൻ്റെ ഹൃദയത്തിൽ ശപിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. എനിക്ക് പറഞ്ഞാൽ അത്രയ്ക്ക് അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ബാംഗ്ലൂർക്ക് അങ്ങനെ കോഴ്സ് പഠിക്കുവാനായിട്ട് പോയി. ബാംഗ്ലൂർ വൈറ്റ്ഫീൽഡ് MBJ കോളേജ് എന്ന് പറഞ്ഞൊരു എഞ്ചിനീയറിംഗ് കോളേജിലാണ് എനിക്ക് അഡ്മിഷൻ കിട്ടിയത്. അപ്പോൾ എനിക്ക് എന്തായാലും ഒരു പുതിയൊരു വഴി തുറന്നുകൊണ്ട് എനിക്കൊരു വാശി ഉണ്ടായിരുന്നത് എന്തായാലും പഠിച്ച് വിജയിക്കണം, ഇനി പിന്നോട്ട് പോകാൻ പറ്റത്തില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ കോളേജിൽ അഡ്മിഷൻ ലഭിച്ചു. അവിടെ അതിൻ്റെ കോളേജിൻ്റെ അടുത്ത് തന്നെ ഒരു വീടുണ്ട്, ഒരു ഹോസ്റ്റൽ. ഒരു മലയാളിയായിട്ടുള്ള ഒരു വ്യക്തി നടത്തുന്ന ഒരു ഹോസ്റ്റലുണ്ട്. ആ ഹോസ്റ്റലിൽ ആണ് ഞങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചത്. ഞങ്ങളൊരു 13 പേരുണ്ടായിരുന്നു. കേരളത്തിൻ്റെ പല ജില്ലകളിൽ നിന്നുള്ള ഒരു 13 വ്യക്തികൾ. അതിനകത്ത് 2 പേര് ഈ പറഞ്ഞ പ്രൊട്ടസ്റ്റന്റ് പെന്തക്കോസ്ത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് 2 പേരുണ്ട്. അങ്ങനെ ഞങ്ങൾ 13 പേര് അവിടെ താമസിച്ച് പഠിക്കാൻ ആരംഭിച്ചു. അപ്പോൾ ആദ്യത്തെ ഒരു വർഷം വളരെ മാന്യമായി പോയി. കാരണം ഈ ഡിഗ്രി തോറ്റ് ലൈഫ് തകർത്ത് വന്നുകൊണ്ട് ഒരു മനസ്സിനൊരു വാശി ഉണ്ടായിരുന്നു എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് വരണമെന്നുള്ളത്. അപ്പോൾ ആ ഒരു വാശിയുടെ പേരിൽ ഫസ്റ്റ് ഇയറും, പിന്നെ ഫസ്റ്റ് ഇയർ എന്ന് പറഞ്ഞാൽ ഭയങ്കര റാഗിങ്ങാണ്. അപ്പോൾ ഈ സീനിയേഴ്സിനെ പേടിച്ച് നമ്മൾ അധികം കലാപരിപാടികൾക്കൊന്നും പോകത്തില്ല. അതുകൊണ്ട് അവരുടെ കുറിച്ചുള്ള പേടിയും പിന്നെ ലൈഫിൽ തോറ്റുപോയതിൻ്റെ വിഷമവും ഇതൊക്കെ ഉള്ളതുകൊണ്ട് ആദ്യത്തെ വർഷം നന്നായിട്ട് പഠിച്ചു. എങ്കിൽ തന്നെയും ഈ പറഞ്ഞ 2 പെന്തക്കോസ്ത് കൂട്ടുകാരുണ്ടല്ലോ വീട്ടില്, അവരുടെ ചില രീതികൾ കണ്ടപ്പോൾ എനിക്ക് ദേഷ്യം വരാൻ തുടങ്ങി. കാരണം അവരുടെ പ്രാർത്ഥന രീതികളും അവര് നമ്മൾ ചെയ്യുന്നതിനോടൊക്കെ ഇങ്ങനെ എന്താ പറയാ, നമ്മൾ കാണിക്കുന്ന, നമ്മളിപ്പോൾ അവിടെയാണെങ്കിൽ ചെറുതായിട്ട് ബീർ കഴിക്കും, അതിനോടൊക്കെ വളരെ വിരോധം കാണിക്കുന്നു, അതിനെതിരെ പറയുന്നു. എതിരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് വഴക്കുകൂടല്ല, അത് തെറ്റാന്ന് പറയുന്നു. അതൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഞാൻ വിചാരിച്ചു ഇവര് ഈ ലോകത്തുള്ള മനുഷ്യർ, ഞാൻ അതുവരെ പെന്തക്കോസ്തായിരുന്നോ അങ്ങനെ ഒരു കാര്യമേ കേട്ടിട്ടില്ല. ഇതേത് ലോകത്ത് ജീവിക്കുന്നവരാ,
എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നു. അപ്പം എനിക്ക് ഇവരെ കാണുമ്പോൾ ഒരു 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 പുച്ഛം, അല്ലെങ്കിൽ ഇവരെ കാണുന്നത് എനിക്കൊരു ഇഷ്ടമല്ലാത്ത രീതിയാണ്. എനിവേ ആദ്യത്തെ വർഷം കഴിഞ്ഞു. അപ്പോൾ രണ്ടാമത്തെ വർഷമായി കഴിഞ്ഞപ്പോൾ നമ്മൾ സീനിയറായി. അപ്പോൾ സീനിയർ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അതിൻ്റെതായ ഇത്തിരി വലുപ്പം കാണിക്കും നമ്മുടെ ജൂനിയേഴ്സിനെ കാണുമ്പോൾ. അപ്പോൾ അതിന് തക്കതായ കൂട്ടുകാരെ വീണ്ടും നമുക്ക്, അത് ഈ ഒരു ഒരു പാപി ചെന്ന് കഴിഞ്ഞാൽ ചുറ്റുമുള്ള കുറേ പാപികളെ കൂടെ കിട്ടുമെന്ന് പറഞ്ഞോണം, നമുക്ക് അതിന് പറ്റിയ ഒരു ഫ്രണ്ട് സർക്കിൾ രൂപപ്പെടാൻ തുടങ്ങി. വീണ്ടും പഴയ സ്വഭാവം എന്നിലോട്ട് വീണ്ടും തലപൊക്കാൻ തുടങ്ങി. പണ്ടത്തിനേക്കാൾ അധികമായിട്ട് മദ്യപിക്കാൻ തുടങ്ങി, സിഗരറ്റ് വലിക്കാൻ തുടങ്ങി, അങ്ങനെ പലവിധ എന്താ പറയുക വൃത്തികേടുകളും കാണിക്കാൻ തുടങ്ങി. വീണ്ടും എൻ്റെ ലൈഫ് എന്താ പറയുക പഴയതിനേക്കാളും അതിനും മുകളിൽ വഷളാവാൻ തുടങ്ങി. വീണ്ടും ക്ലാസ്സുകൾ കട്ട് ചെയ്യാൻ തുടങ്ങി. ബാംഗ്ലൂരിലാണ് പഠിക്കുന്നത്. നാട്ടിലുള്ളവർക്ക് ഒന്നും അറിയത്തില്ല ഇവിടെ എന്തോ സംഭവിക്കണമെന്ന്. അതിനുള്ളൊരു സിസ്റ്റമേ ഇല്ല. അപ്പോൾ നാട്ടിൽ നിന്ന് വിട്ടു. ഇപ്പം ടോട്ടലി നാട്ടിലായിരുന്നപ്പോൾ കുറച്ചും കൂടി കൺട്രോൾ പേരൻസിൻ്റെ കയ്യിലുണ്ട്. ബാംഗ്ലൂർ വന്നപ്പോൾ ടോട്ടലി ആ കൺട്രോളിൽ നിന്ന് വെളിയിൽ പോയി. അവർക്കൊരു ഇൻഫർമേഷനും ഇല്ല. ഇവിടെ നോക്കുമ്പോൾ അവർ വിചാരിക്കും മോൻ നന്നായിട്ട് പഠിക്കുന്നു. ബട്ട് സെക്കൻഡ് ഇയർ ഫസ്റ്റ് ഇയർ നല്ല രീതിയിലാണ് പഠിച്ചത്. കാരണം ആ ഒരു പഴയ വാശിയും, അതായത് രക്ഷപ്പെടണം എന്നുള്ള വാശിയും ഇതൊക്കെ ഉള്ളതുകൊണ്ട്, സീനിയേഴ്സിനെ കുറിച്ചുള്ള പേടിയൊക്കെ ഉള്ളതുകൊണ്ട് നന്നായിട്ട് പഠിച്ചു. എന്നാൽ സെക്കൻഡ് ഇയർ ആയപ്പോൾ വീണ്ടും തിരിഞ്ഞു. ഞാൻ ഈ പറഞ്ഞ നമ്മുടെ പെന്തക്കോസ്ത് കൂട്ടുകാരെ പലപ്പോഴും ഞാൻ ചീത്ത വിളിച്ചിട്ടുണ്ട്. ചീത്ത വിളിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ മദ്യപിച്ച് വന്നിട്ട് ഇവരോടുള്ള വെറുപ്പ് നിമിത്തം ഞാൻ പലപ്പോഴും അവരെ ചീത്ത വിളിച്ചിട്ടുണ്ട്. അങ്ങനെ സെക്കൻഡ് ഇയർ കഴിഞ്ഞു. സെക്കൻഡ് ഇയർ ആയപ്പോൾ പഴയതുപോലെ തന്നെ എൻ്റെ ഡിഗ്രി ഫൈനൽ ഇയറിൽ സംഭവിച്ചതുപോലെ ഈ സെക്കൻഡ് ഇയർ വന്നു. MCAയുടെ സെക്കൻഡ് ഇയർ വന്നപ്പോൾ എനിക്ക് 14 സബ്ജക്റ്റ്, അതായത് സെക്കൻഡ് സെമ്മിൻ്റെ ഫസ്റ്റ് സെമ്മിൻ്റെ ചേർത്ത് 14 സബ്ജക്റ്റ് എനിക്ക് ക്ലിയർ ചെയ്യണം. ഈ സെക്കൻഡ് ഇയറിൽ ക്ലിയർ ചെയ്താലാണ് എനിക്ക് തേർഡ് ഇയറിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഇയർ ബാക്ക് ആവും. 14 സബ്ജക്റ്റ് ഇനി ഇയർ ബാക്ക് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആലോചിച്ചപ്പോൾ, അതായത് ഞാൻ ഒന്നും പഠിച്ചില്ല. ഈ പല ക്ലാസ്സിൽ ഇപ്പോൾ ഇന്റേണൽ മാർക്സ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. അതൊക്കെ ഞാൻ ഓർക്കുന്നു. അതിൻ്റെ എല്ലാ ഡീറ്റെയിലും പറയാൻ പറ്റത്തില്ല, കാരണം കേൾക്കുന്ന ചിലപ്പോൾ സ്റ്റുഡൻസ് കാണും, അവർക്ക് അതൊരു റോങ് മോട്ടിവേഷൻ ആവണ്ട. എങ്കിൽ തന്നെയും ഞാൻ പാസ്സായെന്ന് പറഞ്ഞാൽ അവിടുത്തെ അറ്റൻഡറിനെ കാണേണ്ട രീതിയിൽ കണ്ട് ഒക്കെയാണ് നമ്മൾ എക്സാം പാസ്സാവുന്നത്. അത് ബാംഗ്ലൂർ കോളേജിൽ പഠിച്ച പല പിള്ളേർക്ക്, ഇത് കേൾക്കുന്ന ഏതെങ്കിലും ബാംഗ്ലൂർ പഠിച്ച സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും എന്താ പറയുന്നതെന്ന്. അതിൻ്റെ ഡീറ്റെയിൽ പറഞ്ഞത് റോങ് മോട്ടിവേഷൻ, അതുകൊണ്ടാണ് ഞാൻ പോകാത്തത് അതിനകത്തോട്ട്. അപ്പം അങ്ങനെയാണ് ഇന്റേണൽ മാർക്കൊക്കെ മേടിക്കുന്നത്. ബട്ട് എക്സാം എഴുതാൻ വന്ന് കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞോണം സബ്ജക്റ്റുകളൊന്നും അറിയത്തില്ല. കാരണം നമ്മൾ സെക്കൻഡ് ഇയർ ആയപ്പോഴത്തേക്കും ഉഴപ്പി ഭയങ്കര വഷളായി, ഒരു സബ്ജക്റ്റും അറിയത്തില്ല. അപ്പൊ ഓരോ സബ്ജക്റ്റും എന്ന് പറഞ്ഞാൽ അതിന്റെ ഓരോ ബുക്കും തന്നെ കാണും, ഒരു 1000 പേജ് അതിന്റെ മുകളിൽ ഓരോ സബ്ജക്റ്റിനും. അങ്ങനെ 14 സബ്ജക്റ്റ് ഞാൻ എഴുതിയെടുക്കേണ്ട ഒരു അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ ആകെ തകർന്ന് ഇങ്ങനെ ഇരിക്കുവാണ്. ഞാൻ ചിന്തിക്കുകയാണ്, ഞാൻ എൻ്റെ ലൈഫ് ഓൾറെഡി 2 വർഷം നശിപ്പിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പിന്നെയും എൻ്റെ ലൈഫ് തകർന്ന് നിൽക്കുന്നു. ഇനി ഞാൻ ആത്മഹത്യ അല്ലാതെ എൻ്റെ മുമ്പിൽ ഒരു സൂയിസൈഡ് അല്ലാതെ എൻ്റെ മുമ്പിൽ ഒരു വഴിയില്ല. അതായത് ഇത് തോറ്റു കഴിഞ്ഞാൽ പിന്നെ ഇനി നാട്ടിൽ പോയിട്ട് കാര്യമില്ല. ഞാൻ സൂയിസൈഡ് ചെയ്യുമോ എനിക്ക് അറിയത്തില്ല, അതിനുള്ള ധൈര്യം ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ ഉറപ്പ്. പക്ഷെ ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിക്കും, ഇനി ഇതല്ലാതെ എൻ്റെ മുമ്പിലോട്ടൊരു വഴിയില്ല. കാരണം വീട്ടുകാരുടെ അത്രയും കണ്ണുനീരും വേദനയും കണ്ടിട്ടാണ് പിന്നെയും എങ്ങനെയൊക്കെയോ പാസ്സായി ബാംഗ്ലൂർ വന്നത്, MCAക്ക് ഒരു കോഴ്സ് കിട്ടിയത്. ബട്ട് സെക്കൻഡ് ഇയർ ആയപ്പോൾ സെയിം സ്റ്റേജ്, എൻ്റെ ലൈഫ് തകർന്നിരിക്കുകയാണ്, ഇനി മുന്നോട്ട് വഴിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പറഞ്ഞ ഈ 2 ഫ്രണ്ട്സിൻ്റെ വഴിയായിട്ട്, പിന്നെ അവരുടെ ഒരു കസിൻ വഴിയായിട്ട് എനിക്കൊരു പാസ്റ്ററുമായിട്ട് കണക്ഷൻ തരുന്നത്. അതായത് ഈ ഗതി കെട്ട പുല്ലും തിന്നും എന്ന് പറഞ്ഞ പോലെ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഇവരുടെ ഒരു റെക്കമെൻഡേഷൻ വഴി ഒരു പാസ്റ്ററായിട്ട്, വേറെ ഒന്നുമല്ല, ജസ്റ്റ് വിളിച്ച് പ്രാർത്ഥിക്കുക, വേറെ ഒന്നും ചെയ്യാനില്ല, നീ ജസ്റ്റ് വിളിച്ച് പ്രാർത്ഥിക്കുക, എന്നിട്ട് എക്സാം എഴുതിക്കോ, ചിലപ്പോൾ എന്തെങ്കിലും ദൈവം ചെയ്താലോ എന്നുള്ള ഒറ്റ ഇതിൽ. അപ്പൊ ഞാൻ തകർന്ന് എനിക്ക് വേറൊരു വഴിയില്ല. അപ്പൊ ആരും എന്ത് പറഞ്ഞാലും കേൾക്കുക എന്നുള്ള ഒരു അവസ്ഥയിൽ ഞാൻ നിൽക്കുകയാണ്. അതുകൊണ്ട് അവർ പറഞ്ഞത് ഞാൻ അനുസരിച്ച് എൻ്റെ അവർ തന്ന ഒരു പാസ്റ്ററുടെ നമ്പറിൽ ഞാൻ വിളിക്കുകയാണ്. അതായത് ബാംഗ്ലൂർ ബദേൽ ചേർച്ചിലെ പാസ്റ്റർ എബ്രഹാം വർഗീസ്, അദ്ദേഹത്തിൻ്റെ നമ്പറാണ് അവർ തന്നത്. ഞാൻ വിളിച്ചു. ആദ്യം വിളിച്ചപ്പോൾ അദ്ദേഹം ഫോൺ എടുത്തില്ല. എന്തായാലും കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ തിരിച്ചു വിളിച്ചു. ഞാൻ ആദ്യമേ പറഞ്ഞത് ഇതാണ്, എന്നെ പെന്തക്കോസ്തുകാരനാക്കാനൊന്നും നോക്കണ്ട, എനിക്ക് ഒന്ന് പ്രാർത്ഥിക്കണം, എൻ്റെ അവസ്ഥ ഇതാണ്. അദ്ദേഹം കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല, അദ്ദേഹം വേറെ വചനവും പറഞ്ഞില്ല, ഒന്നും എന്നോട് പറഞ്ഞില്ല. എന്നോട് പറഞ്ഞു,
സെബി ഒരു കാര്യം ചെയ്യും, സെബി പോയിരുന്ന് പഠിക്കുന്നു പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട. സെബി ബുക്ക് എടുത്തിട്ട് ഇങ്ങനെ ഓരോ പേജ് മറച്ചു നോക്ക്. എന്നിട്ട് ഏതെങ്കിലും പേജ് സെബിയുടെ മനസ്സിൽ തോന്നാണ് ഇത് വരുമെന്ന് സെബിയുടെ മനസ്സിൽ തോന്നുകയാണെങ്കിൽ അത് മാത്രം പഠിച്ചിട്ട് പോയി എക്സാം എഴുതാൻ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പ്രാർത്ഥിച്ചു, ഫോൺ വെച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു ഓരോ എക്സാമിന് പോകുന്നതിനും തലേ ദിവസം എന്നെ വിളിക്ക്, ഞാൻ പ്രാർത്ഥിക്കാം, ഇത്രയും ചെയ്താൽ മതി. ഈ പറഞ്ഞോണം ബുക്ക് എടുത്ത് നോക്കുക. എന്നിട്ട് ഏതെങ്കിലും പേജ് തോന്നിക്കഴിഞ്ഞാൽ, മനസ്സിൽ ഇങ്ങനെ തോന്നാണോ ഒന്ന് പഠിച്ചാൽ കൊള്ളാമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതൊന്ന് വായിച്ചിട്ട് പോകും, അത്രയും ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, പ്രാർത്ഥിച്ചു വെച്ചു. അപ്പൊ എന്റെ മുമ്പിലിരിക്കുന്ന ഓരോ ബുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞോണം 1000 പേജിന് മുകളിലുള്ള ബുക്കുണ്ട്. ഞാൻ വന്നിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ആദ്യം ഇങ്ങനെ ഒരു ബുക്ക് ഇങ്ങനെ മൊത്തത്തിൽ അങ്ങ് തുറന്നിട്ട് ഇത് എന്ത് കാണിക്കാനാന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കി. അത് കഴിഞ്ഞിട്ട് എനിവേ അദ്ദേഹം പറഞ്ഞതുപോലെ ഞാൻ ചുമ്മാ ബുക്ക് എടുത്തിട്ട് ഇങ്ങനെ 5-8 പേജ് ഒരുമിച്ച് ഇങ്ങനെ മറിച്ച് നോക്കി. അപ്പൊ ചില ഹെഡിങ് കണ്ടപ്പോ സംബഡി ഈസ് ടെല്ലിങ്, എന്റെ മനസ്സിൽ ആരോ പറയാണ് മാർക്ക് ദാറ്റ് പേജ്, ആ ഒരു പേജ് മാർക്ക് ചെയ്യാൻ. ഇപ്പൊ ഞാൻ അതിന്റെ ആ എഡ്ജ് എടുത്ത് മടക്കി വെച്ചു. അങ്ങനെ ഒരു 5-8 പേജ് മാത്രം മടക്കി വെച്ചിട്ട് തലേ ദിവസമാണ് അത് മടക്കി വെച്ചിട്ട് കിടന്ന്. എൻ്റെ ഒരു പണ്ട് മുതലുള്ള ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം വെളുപ്പിന് എഴുന്നേറ്റാണ് പഠിക്കുന്നത്. അപ്പൊ ഇത് തലേ ദിവസം, ഇപ്പൊ നാളെ എക്സാം, അതിന്റെ തലേ ദിവസം ഞാൻ ഇതുപോലെ ചെയ്തിട്ട് മടക്കി വെച്ചു കിടന്നു. എന്നിട്ട് രാവിലെ എഴുന്നേറ്റ് ഒരു 2-3 മണിയാകുമ്പോൾ എഴുന്നേക്കും. പഠിക്കാതിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അപ്പോഴത്തെ സിസ്റ്റം ഒരു പാക്കറ്റ് സിഗരറ്റ് കാണും, ഒരു കപ്പ് സിറപ്പ് എൻ്റെ കയ്യിൽ കാണും. അതായത് സിഗരറ്റ് വലിക്കും, ചുമ വരുമ്പോൾ കപ്പ് സിറപ്പ് കുടിക്കും. അങ്ങനെയാണ് പഠിക്കുന്നത്. അത്രയും തകർന്ന തരിപ്പണമായ നിലയിലാണ്. അപ്പൊ ഞാൻ ഈ മടക്കി വെച്ച പേജ് ഒരു 4-5 പ്രാവശ്യം വായിച്ചു. പഠിച്ചൊന്നുമില്ല, പഠിച്ചെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ആൻസർ ചെയ്യാൻ പാകത്തിന് പഠിച്ചൊന്നുമില്ല. ബട്ട് അതെല്ലാം വായിച്ചു നോക്കി. ഒരു 5-8 പേജ്, മാക്സിമം ഒരു 8-10 പേജ് അത്രയാണ് മടക്കി വെച്ചത്. അത്രയും എക്സാം അത്രയും മാത്രം വായിച്ചിട്ട് പോയി എക്സാം ഹാളിൽ ചെന്നു. എക്സാം ഹാളിൽ ചെന്ന് കഴിഞ്ഞപ്പോ ഇന്ന് നമുക്ക് 8 ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. 8 ക്വസ്റ്റ്യനിൽ 5 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം. ഔട്ട് ഓഫ് 8 5 ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യണം. ഞാനിത് എടുത്തു നോക്കുമ്പോ ഈ 5 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ മടക്കി വെച്ച പേജ് ഏതാണോ അതാണ് 5 ക്വസ്റ്റ്യൻ. ഈ 5 ക്വസ്റ്റ്യൻ ഞാനിപ്പോ ഞെട്ടിപ്പോയി. ഞാൻ എന്നിട്ട് ആ 5 ക്വസ്റ്റ്യൻ ഭയങ്കര സന്തോഷമായി. അത് എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ എഴുതി. പിറ്റേ ദിവസം ഞാൻ പാസ്റ്ററെ വിളിച്ചു, ഭയങ്കര സന്തോഷമായി. പാസ്റ്ററോട് പറഞ്ഞു ഇങ്ങനെയൊക്കെ സംഭവിച്ചു, നോ പ്രോബ്ലം. വേറെ ഒന്നും അദ്ദേഹം എന്നോട് പറഞ്ഞില്ല. വീണ്ടും പ്രാർത്ഥിച്ചു. അങ്ങനെ തന്നെ അടുത്ത എക്സാമിന് ചെയ്യാൻ പറഞ്ഞു. സെയിം പാറ്റേൺ. ഞാൻ അടുത്ത ബുക്ക് എടുത്തു, ഇങ്ങനെ മറച്ചു നോക്കി. ഇപ്പൊ ചിലത് എന്റെ മനസ്സിൽ ഇതുപോലെ ആരോ പറയാണ് ഇത് പഠിക്കുക. ഇപ്പൊ ഞാനത് മടക്കി വെച്ചു. അങ്ങനെ മടക്കി വെച്ച് പോയി 14 സബ്ജക്റ്റില് 13 ഇതേ പാറ്റേൺ ആണ് ഞാൻ ഫോളോ ചെയ്തത്. ഞാൻ അദ്ദേഹത്തെ വിളിച്ചു, പാസ്റ്റർ വിളിച്ചു, അദ്ദേഹത്തെ വിളിച്ച് ഇതുപോലെ ചെയ്തു. 13 ഇതുപോലെ സംഭവിച്ചു. എന്നാൽ ഒരു സബ്ജക്ട് എനിക്ക് ഒരു അല്പം ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നു, ഒരു ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ്. അത് എനിക്ക് തന്നെ കുറെ കൂടി അറിയാവുന്നതായതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇത് വിളിച്ച് പ്രാർത്ഥിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇത് ഞാൻ തന്നെ എഴുതാവുന്നതേ ഉള്ളൂ. അതെനിക്ക് ഒരു അല്പം ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റ്, എനിക്ക് കുറച്ച് അറിയാവുന്നതാണ്, അത്യാവശ്യം പഠിച്ചിട്ടുള്ള സബ്ജക്റ്റ്. അപ്പൊ ആ ഒരു സബ്ജക്റ്റ് പ്രാർത്ഥിച്ചില്ല, ഞാൻ പോയി എഴുതി. 13 സബ്ജക്റ്റും പാസ്റ്റർ വിളിച്ച് പ്രാർത്ഥിച്ച് ഇതുപോലെ മടക്കി വെച്ച് അത് അങ്ങനെ പോയി എഴുതി. റിസൾട്ട് വന്നപ്പോ ഈ 14 സബ്ജക്റ്റില് 13 ഞാൻ ജയിച്ചു. ഈ പ്രാർത്ഥിച്ചിട്ട് പോയിട്ട് എഴുതിയ സബ്ജക്റ്റിൽ 13 ഞാൻ ജയിച്ചു. എന്നാൽ എനിക്ക് അറിയാമെന്ന് വിചാരിച്ച് ഞാൻ പോയി എഴുതിയത്, അതായത് പ്രാർത്ഥിക്കാതെ പോയി എഴുതിയ ആ ഒരു സബ്ജക്ട്, അതാണ് ഞാൻ ഏറ്റവും കോൺഫിഡന്റ് ആയിട്ട് എഴുതിയതും ഏറ്റവും നന്നായിട്ട് എഴുതിയ പേപ്പർ അതാ. ഈ 13 ഏറ്റവും നല്ല രീതിയിൽ എഴുതിയത് ആ 14ാമത്തെ സബ്ജക്ട് ഇലക്ട്രോണിക്സ്. അത് ഞാൻ ജയിക്കുമെന്ന് എനിക്ക് 100% ഉറപ്പായിരുന്നു. പക്ഷെ റിസൾട്ട് വന്നപ്പോ അതിന് ഞാൻ പൊട്ടി, ബാക്കി 13 ഞാൻ ജയിച്ചു. അപ്പൊ എന്റെ മനസ്സിൽ ഒരു ചെറിയ സ്പാർക്ക് വന്നു, ഇത് സംതിങ് ദൈവമായിട്ടാണ് ചെയ്തതെന്നുള്ളൊരു ചിന്ത എന്റെ മനസ്സിൽ വന്നു. അങ്ങനെ സെക്കൻഡ് ഇയർ കഴിഞ്ഞു. ഫൈനൽ ഇയറിലും ഇതുപോലെ തന്നെ ആ ദേവദാസിനെ വിളിച്ച്, അതായത് എനിക്ക് അപ്പോഴും മാനസാന്തരം ഒന്നും വന്നിട്ടില്ല. ആ എക്സാം പാസ്സായി. പിന്നെയും തുടർന്നുള്ള അടുത്ത വർഷം ഇത് തന്നെയാണ് എന്റെ സ്ഥിതി. ഞാന് ജീവിതത്തിൽ ഒരു മാറ്റം വന്നിട്ടില്ല. അദ്ദേഹത്തെ വിളിച്ച് തന്നെ പ്രാർത്ഥിക്കുന്നു. അതായത് ഫൈനൽ ഇയറിന്റെ ഫസ്റ്റ് സെം, അതായത് ഫിഫ്ത്ത് സെം
അദ്ദേഹത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, ഇതുപോലെ പാസ്സാകുന്നു. അത് കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ ദാസൻ എന്നോട് പറഞ്ഞു, എനിക്ക് സെബിയ ഒന്ന് നേരിൽ കണ്ട് സംസാരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം എൻ്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി. അദ്ദേഹം എൻ്റെ അടുത്ത് ഇങ്ങനെ വചനത്തിൽ നിന്ന് പല കാര്യങ്ങളും പറഞ്ഞു വരാൻ തുടങ്ങി. അപ്പോഴും ഞാനിങ്ങനെ ഒരു മനസ്സൊരു റെസിസ്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. കാരണം എനിക്കൊരു പെന്തക്കോസ്തുകാരനാവണമെന്നുള്ള ഒരു ചിന്ത ആഗ്രഹമൊന്നുമില്ല. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു, സെബിയെ പെന്തക്കോസ്തുകാരനാക്കാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്, പക്ഷെ സെബി വചനം അറിയണമെന്ന് പറഞ്ഞു. വചനം അറിയണമെന്ന് പറഞ്ഞിട്ട് പല വചനങ്ങൾ അദ്ദേഹം എന്നോട് സംസാരിക്കാൻ തുടങ്ങി. അതിനകത്ത് 1-2 വാക്യങ്ങൾ എന്നെ സ്ട്രൈക്ക് ചെയ്തത് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോഴും അത് നല്ല ഓർമ്മയുള്ള വാക്യങ്ങളാണ്. അദ്ദേഹം എന്നോട് പല വാക്യങ്ങൾ പറഞ്ഞതിൽ ഒരു വാക്യം എന്നെ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യണം. അദ്ദേഹം പറഞ്ഞൊരു വാക്യമാണ്, പുറപ്പാട് പുസ്തകത്തിൽ നിന്ന് 20-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങൾ. 4-ാം വാക്യം, ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്, നീര് സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലുമുള്ള യാതൊന്നിന്റെയും പ്രതിമയും വരുത്. അപ്പൊ ഇത് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, പെട്ടെന്ന് എന്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തു. അപ്പൊ ഞാൻ പ്രാർത്ഥിക്കുന്നതെല്ലാം എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത്, ഞാൻ പണ്ട് തുടങ്ങി പ്രാർത്ഥിച്ചു വരുന്നത് ഒരു രൂപത്തിന് മുമ്പിൽ, അല്ലെങ്കിൽ ഒരു ഐഡിയൽ, ഒരു വിഗ്രഹത്തിന് മുമ്പിൽ നിന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അതിപ്പോ ഞാൻ അതിന് എന്തൊക്കെ വിശേഷണം കൊടുത്താലും അതൊരു വിഗ്രഹമല്ല, എന്റെ വിശ്വാസത്തിന്റെ ഒരു പ്രതിരൂപമാണ്, അതൊരു വിഗ്രഹത്തെ അല്ല എന്നൊക്കെ ഞാൻ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞാൽ, ഈ വചനം എന്റെ മുമ്പിൽ, ഞാൻ ഈ വചനം എനിക്ക് ഒന്നും വായിച്ചിട്ടുണ്ടോന്ന് അറിയത്തില്ല, പക്ഷെ ഈ വചനം എന്റെ മുമ്പിൽ അങ്ങ് എഴുന്നേറ്റ് നിൽക്കുക, അല്ലെങ്കിൽ അതെന്ത് പെട്ടെന്ന് എന്നെ അത് സ്ട്രൈക്ക് ചെയ്യുകയാണ് ഈ വചനം. ഞാനാണെങ്കിൽ വളരെ മാതാവിന്റെ ഭക്തനാണ്. ഞാൻ പ്രാർത്ഥിക്കുന്ന എല്ലാം മാതാവിനോടാണ്, അല്ലെങ്കിൽ വിശുദ്ധന്മാരോടാണ്, തിരുനാളുകൾ ഇതെല്ലാം. പക്ഷെ ഇതിപ്പോ ഞാൻ എന്റെ മനസ്സിലിങ്ങനെ എന്റെ മനസ്സിൽ കൂടെ ഇങ്ങനെ കിടന്ന് കറങ്ങാൻ തുടങ്ങി, ചെയ്യുന്നത് ശരിയാണോ, പക്ഷെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ അദ്ദേഹം അങ്ങനെ പല വചനങ്ങളിലൂടെ എന്നോട് ഇങ്ങനെ സംസാരിച്ചു. ഈ വചനം ഇങ്ങനെ എടുത്തു നിൽക്കും എന്റെ മനസ്സിൽ, ഞാൻ ഈ ചെയ്യുന്നത് ശരിയാണോ, ഞാൻ ഈ ചെയ്യുന്നത് ശരിയാണോ. ആരോട് ചോദിക്കും, ഈ പാസ്റ്റർ പറയുന്നത് കേട്ട് മാത്രം അത് ശരിയാണോ തെറ്റാണോ എന്ന് ഇങ്ങനെ ഞാൻ അതൊരു കൺഫർമേഷൻ വരും. അപ്പൊ എനിക്കറിയാവുന്ന 1-2 പള്ളിയിലെ അച്ഛന്മാരുണ്ട്. ഒന്ന് എൻ്റെ കൂടെ തന്നെ ഈ പറഞ്ഞ ബാംഗ്ലൂര് പഠിച്ച, എൻ്റെ റൂമിൽ തന്നെ താമസിച്ച വേറൊരു എൻ്റെ സെയിം ബാക്ക്ഗ്രൗണ്ടിലുള്ള, അതായത് റോമൻ കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു കൂട്ടുകാരന്റെ, എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ കസിനോ ആരാണ്ടൊരു അച്ഛനുണ്ട്. ഞാൻ അച്ഛന് ഒരു ലെറ്റർ എഴുതി, വലിയൊരു ലെറ്റർ എഴുതി, ഇന്ന കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ സംഭവിച്ചു, ഇന്നത്, ഇതൊക്കെ എല്ലാ ഡീറ്റെയിലും ആയിട്ട് എഴുതി, ഇതിന് എനിക്കൊരു ആൻസർ വേണമെന്ന് പറഞ്ഞ ഞാൻ ലെറ്റർ എഴുതി. എനിക്ക് അതിന് മറുപടി ഒന്നും വന്നില്ല. അപ്പൊ പിന്നെ ഞാൻ വീണ്ടും ഈ വചനം തന്നെയാണെങ്കിൽ വിടുന്നില്ല, എന്റെ വചനം ഇതിങ്ങനെ നിൽക്കുകയാണ്, ഒരു വിഗ്രഹത്തെയും ആരാധിക്കരുത്, അതായത് സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലുള്ള യാതൊന്നിന്റെയും പ്രതിമയരുത്, നോ ഐഡിയൽസ്. വചനം കൃത്യമായിട്ട് ബൈബിളില് ഞാൻ വായിച്ച അതേ ബൈബിളിലെ വചനം, അതായത് റോമൻ കാത്തലിക്കിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുമ്പോഴുള്ള ബൈബിളിലുള്ള അതേ വചനം എന്റെ മുമ്പിൽ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കും. എനിക്ക് അതിൽ നിന്ന് മാറാൻ പറ്റത്തില്ല. അതിപ്പോ എന്നെ ഇങ്ങനെ കിടന്ന് എന്റെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ എന്നെ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി. അപ്പൊ ഞങ്ങളുടെ അടുത്ത് തന്നെ പോട്ട എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, പോട്ട ധ്യാന കേന്ദ്രം, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ധ്യാന കേന്ദ്രമാണ്. അപ്പൊ എന്നാൽ അവിടെ ചെന്നൊരു മറുപടി കിട്ടും. ഞാൻ അവിടെ പോയൊരു ധ്യാന ഗുരുവിനെ കണ്ടു. ധ്യാന ഗുരുവിനെ കണ്ടിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് ഈ വചനത്തിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞു തരണം, ഈ വചനം എനിക്കൊരു സ്വസ്ഥത തരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം എന്നോട് ആദ്യം ചോദിച്ചത്, നീ ഏതെങ്കിലും പെന്തക്കോസ്തുകാരനെ കണ്ടോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതല്ല ഇവിടുത്തെ വിഷയം, എനിക്ക് ഈ വചനം സത്യമാണോ അല്ലയോ എന്ന് പറയണം. അപ്പൊ അദ്ദേഹം പറഞ്ഞത് സത്യമാണ്. ഞാൻ ചോദിച്ചപ്പോ ഇത് വിഗ്രഹത്തെ നമ്മൾ വിഗ്രഹത്തെ ആരാധിക്കുകയല്ലേ ചെയ്യുന്നത്, ഇത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ചോദിച്ചു. അദ്ദേഹം അതിന് കുറെ പോളിഷ്ഡ് ആയിട്ടുള്ള ആൻസർ ഒക്കെ പറഞ്ഞ് അവസാനം പറഞ്ഞു, അത് തെറ്റാണ്. പുള്ളി പറഞ്ഞത് ഇങ്ങനെ തന്നെയാണ്, അത് തെറ്റാണ്, പക്ഷെ ഇനി അത് നമ്മുടെ കൾച്ചറിൽ നിന്ന് മാറ്റാൻ പറ്റത്തില്ല, അത് വിശ്വാസ സമൂഹത്തെ ബാധിക്കുമെന്ന് പറയുകയാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് കിട്ടേണ്ട ആൻസർ കിട്ടി, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഒരു നല്ലൊരു രീതിയിലല്ല, അദ്ദേഹം വളരെ ദേഷ്യത്തോടൊക്കെയാണ് എന്നോട് സംസാരിച്ചെങ്കിലും ഞാൻ ഉദ്ദേശിച്ച ഈ വചനത്തിന്റെ അർത്ഥം അദ്ദേഹം പറഞ്ഞു അത് തെറ്റാന്ന് അംഗീകരിച്ചു, അതിനി മാറ്റാൻ പറ്റത്തില്ലെന്ന് അംഗീകരിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് അത്രയും മതി, ഞാൻ അതിന്റെ തിരിച്ചു പോന്നു. അത് കഴിഞ്ഞ് എങ്കിൽ തന്നെ അപ്പൊ അത് തെറ്റാന്ന് മനസ്സിലായി. ഓക്കെ, അത് കഴിഞ്ഞ് അടുത്തത് ഈ ദേവദാസനായിട്ട് സംസാരിച്ചപ്പോ അപ്പൊ നമ്മുടെ പാപങ്ങൾ ഏറ്റു പറയണം, പാപങ്ങൾ ഏറ്റു പറഞ്ഞ്
നമ്മൾ സ്നാനപ്പെട്ട് നമ്മൾ പാപം ഏറ്റു പറഞ്ഞ് കർത്താവിനോടുകൂടി ചേർന്ന് അതുപോലെ സ്നാനപ്പെടണമെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ മനസ്സിൽ ഞാൻ ഓൾറെഡി സ്നാനപ്പെട്ടതാണല്ലോ, എന്നെ സ്നാനപ്പെടുത്തിയതാണല്ലോ എന്നുള്ളൊരു ചിന്ത വന്നു. കാരണം നമ്മൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ അറിയാം, കുഞ്ഞു പ്രായത്തിൽ തന്നെ നമ്മളെ തലയിൽ വെള്ളം, ജ്ഞാനസ്നാനം എന്ന് പറയും, അങ്ങനെ ഒരു പ്രക്രിയയിലൂടെ കടന്നു പോകുന്നതല്ലേ, ഇനി എന്തിനാണ് സ്നാനപ്പെടുന്നത് എന്നൊരു ചിന്ത വന്നു. പിന്നെ അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഒരുവൻ വിശ്വസിച്ചിട്ടാണ്, അതിനുള്ള വാക്യം എനിക്ക് പറഞ്ഞത്, ഒരുവൻ വിശ്വസിച്ചിട്ടാണ്. അതായത് മർക്കോസ് 16:16 പറയുന്നു, ഒരുവൻ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യണം. അപ്പൊ ഞാൻ വിശ്വസിച്ചിട്ടല്ല അന്ന് സ്നാനമേറ്റ, എനിക്ക് വേണ്ടി വേറെ ആരോ സ്നാനപ്പെടുത്തുകയാണ് ചെയ്തത്, ഞാൻ ഒരിക്കലും വിശ്വസിച്ചിട്ടില്ല. അപ്പോ അതിനെ കുറിച്ചുള്ള ക്ലാരിഫിക്കേഷൻ വേണം. പിന്നെ ഈ മാതാവിനോട് പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച്, അതാണ് എന്റെ മനസ്സിൽ പിന്നെ ഒരു സ്ട്രഗിള്. ഞാൻ ഏറ്റവും കൂടുതൽ എന്ത് വിഷമം ഉണ്ടായാലും എന്ത് പ്രശ്നങ്ങൾ വന്നാലും പ്രാർത്ഥിക്കുന്നത്, ഞാൻ യേശു കർത്താവിനോട് പ്രാർത്ഥിച്ചതായിട്ട് എന്റെ മനസ്സിൽ ഓർമ്മയില്ല. ഞാൻ എന്ത് പ്രാർത്ഥിക്കുന്നതും മാതാവെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. അപ്പൊ അതിനൊരു വചനം എടുത്തു പറഞ്ഞു, 1 തിമോത്തിയോസ് 2:5 പറയുന്നു, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവനല്ലോ, ക്രിസ്തുവായ ഒരുവൻ മധ്യസ്ഥൻ. അപ്പോഴും പക്ഷെ ഇത് എന്റെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ ഇല്ല, എനിക്ക് മാതാവിനോട് പ്രാർത്ഥിക്കാതെ പറ്റത്തില്ല എന്നൊരു ചിന്ത കിടക്കുമ്പോ എന്റെ മനസ്സിലോട്ട് ദൈവമാണെന്ന് സംസാരിച്ചെന്നൊന്നും എനിക്കന്ന് അറിയത്തില്ല. എന്റെ മനസ്സിലൊരു ചിന്ത ഇട്ടുവരാണ്, നിനക്കൊരു പോസ്റ്റ്മാൻ ഒരാളൊരു ഗിഫ്റ്റ് നിനക്ക് അയച്ചു, അതൊരു പോസ്റ്റ്മാൻ നിനക്ക് കൊണ്ടു തന്നു. ആ ഗിഫ്റ്റ് കൊണ്ടു തന്ന നിനക്ക് ആ ഗിഫ്റ്റ് അയച്ച ആളാണോ വലുത്, അതെ അത് കൊണ്ടു തന്ന ആളാണോ നിനക്ക് വലുത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ എന്റെ മനസ്സിലോട്ട് ഇട്ട് തരിക. അതായത് ഒരു പോസ്റ്റ്മാൻ നമുക്കൊരു ഗിഫ്റ്റ്, ആരോ അയച്ചൊരു ഗിഫ്റ്റാണ്, അത് അദ്ദേഹം കൊണ്ടു തന്നു. ഇപ്പൊ ഞാൻ ആ പോസ്റ്റ്മാനെയും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ, അത് നിനക്ക് ആ ഗിഫ്റ്റ് അയച്ച വ്യക്തിയാണോ നിനക്ക് വലുത്? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എന്റെ മനസ്സിലോട്ട് വരാണ്. ഞാൻ ചിന്തിച്ചപ്പോ ശരിയാണ്, ഗിഫ്റ്റ് അയച്ച ആളാണ് എനിക്ക് വലുത്, അത് കൊണ്ടുതന്ന ആളല്ല. കൊണ്ടുതന്ന ആളുടെ ജോലി കഴിഞ്ഞു, അത് കൊണ്ടുതരണമായിരുന്നു. അപ്പൊ ഓരോ കാര്യങ്ങൾ എന്റെ മനസ്സിൽ ഇങ്ങനെ എന്നെ പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ ഓൾമോസ്റ്റ് കൺവിൻസ്ഡ് ആയി, ഓക്കെ ഞാൻ ഈ ചെയ്തു വരുന്നത് തെറ്റായിരുന്നു, വചനം സത്യമാണ്, ഈ വചനം അനുസരിച്ച് ജീവിക്കണം, സ്നാനപ്പെടണം. പക്ഷെ അപ്പൊ അടുത്ത മനസ്സിലുള്ള ഏറ്റവും വലിയ വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്റെ പേരൻസിനെ ഞാൻ ഇത്രയും വിഷമിപ്പിച്ചിട്ടാണ് വന്നത്. ഞാൻ ആദ്യം തുടങ്ങി പറഞ്ഞു, അവർ വളരെ കണ്ണുനീരൊഴുകി, അവരെ വളരെ വേദനിപ്പിച്ച്, ഇത്രയും ലൈഫിൽ അവരെ കണ്ണുനീര് കുടിപ്പിച്ചിട്ട് വന്നു. ഇനി അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് മാറി വേറൊരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോകാന്ന് പറഞ്ഞാൽ ഞാൻ അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ചതി, അല്ലെങ്കിൽ അവരെ വിഷമിപ്പിക്കുന്ന ഏറ്റവും വലിയ കാര്യം. കാരണം അവര് ഞാൻ മൂലം കണ്ണുനീര് പിടിക്കാത്ത ദിവസങ്ങളില്ല ഈ ഡിഗ്രി കോഴ്സിന് തുടങ്ങിയതിന് ശേഷം. അതിനുശേഷം എനിക്ക് തോന്നുന്ന ഒരു സമാധാനത്തോടെ ഉറങ്ങി കാണത്തില്ല. അത്രയും തകർത്ത് അവരെ അത്രയും വിഷമിപ്പിച്ചിട്ട് വന്നിട്ട് വീണ്ടും ഞങ്ങളുടെ നാട്ടിലൊന്നും ഇങ്ങനെ ഒരു വിശ്വാസമേ ഇല്ല. ഇപ്പൊ കുറച്ചും കൂടി പെന്തക്കോസ്ത് വിശ്വാസത്തിലോട്ട് ആൾക്കാർ വന്നു തുടങ്ങി. പക്ഷെ അന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്നത്, ഞാൻ ഓർക്കുന്നത്, ഞങ്ങളുടെ ചർച്ചിലൊക്കെ പറയാറുണ്ട്, അങ്ങനെ ആരെങ്കിലും വീട്ടിൽ വന്നാൽ അവർ വീട്ടിൽ പോലും കയറ്റരുത്, ആ പരിസരത്തെ അടുപ്പിക്കരുതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ വെറുപ്പ് എന്റെ മനസ്സിൽ അന്ന് തുടങ്ങി കിടക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ പള്ളിയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു വീട്ടിൽ നിന്ന്, അതായത് ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് വളരെ ഒരു 1/4 കിലോമീറ്റർ പോലും ഇല്ല, അത്രയും അടുത്ത് കിടക്കുന്ന ഒരു വീട്ടിൽ നിന്ന് ഞാൻ ഈ വിശ്വാസത്തിലോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ വീട്ടുകാരുടെ അവസ്ഥ എന്തായിരിക്കുന്നു? അപ്പൊ എന്നെ ഭയങ്കര പിടിയായി. ഒരു വിധത്തിൽ എനിക്ക് അതിൽ നിന്ന് പുറത്തു തരാൻ പറ്റുന്നില്ല. അപ്പൊ അടുത്ത വചനം വളരെ വ്യക്തമായിട്ട് വചനം സംസാരിക്കാൻ തുടങ്ങിയാണ്. വചനം മത്തായി സുവിശേഷം 10:37 പറയുകയാണ്, എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല, എന്നേക്കാൾ അധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. ഇങ്ങനെ ഈ വചനത്തിൽ നിന്ന് എന്നോട് സംസാരിക്കുകയാണ് ഓരോ കാര്യങ്ങൾ. പിന്നെ എനിക്ക് മനസ്സിലായി, ഓക്കെ ഇത് ദൈവമാണ് എന്നെ ഇത്രയും കൊണ്ടുവന്നത്. അങ്ങനെ പറഞ്ഞ് ഒരു സ്റ്റെപ്പ് എടുക്കുകയാണ്, ഓക്കെ ഈ കർത്താവിന് എനിക്ക് വേണം. വചനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി, ഇത് ദൈവമാണ് എന്നെ, യേശു കർത്താവാണ് എന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചതെന്നും ആ യേശു കർത്താവിനെ നമ്മൾ വിശ്വസിച്ച് സ്നാനം എടുക്കണമെന്നൊക്കെയുള്ളത് വചനത്തിൽ നിന്ന് മനസ്സിലായി. ചെയ്തു വന്ന കാര്യങ്ങൾ തെറ്റായിരുന്നെന്ന് മനസ്സിലായി. ദൈവമാണ് എന്നെ ഈ ചെളിക്കുണ്ടിൽ നിന്ന് ഇപ്പോൾ വിടുവിച്ച് പുറത്തു കൊണ്ടുവരുന്നതെന്നുള്ള ബോധ്യം ലഭിച്ചു. അങ്ങനെയാണ് വിശ്വസിക്കുകയും പിന്നെ സ്നാനപ്പെടുവാൻ തീരുമാനിക്കുകയും ചെയ്തത്. അങ്ങനെ 2006 സ്നാനപ്പെടുന്നത്. സ്നാനപ്പെട്ട് വീട്ടില് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. എന്തായാലും അതൊക്കെ ദൈവം സഹായിച്ച് ഒന്ന് ശാന്തതയിൽ വന്നു.
പിന്നീട് കർത്താവ് നല്ലൊരു കുടുംബജീവിതം തന്നു, ദൈവാനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളൊക്കെ തന്നു. അങ്ങനെ ഏറ്റവും തകർന്ന അവസ്ഥയിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റത്തില്ല. അത് ഞാൻ എൻ്റെ പരിശ്രമം കൊണ്ട് പുറത്തു വരാൻ ശ്രമിച്ചെങ്കിൽ ഒരിക്കലും നടന്നില്ല. പക്ഷെ ദൈവത്തിന്റെ ഒരു അത്ഭുതകരമായ എക്സാമില് വളരെ അത്ഭുതകരമായി ദൈവത്തിന്റെ ഇടപെടലിലാണ് ഞാൻ ദൈവത്തിന്റെ മുഖം കണ്ടുമുട്ടുന്നതും പിന്നെ ദൈവത്തെ കുറിച്ച് അറിയുന്നതും അതുവരെ ചെയ്തു പോകുന്നത് തെറ്റായ കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കുന്നതും അങ്ങനെ വിശ്വാസത്തിലോട്ട് കടന്നു വരുന്നതും. അത് കഴിഞ്ഞ് ഞാൻ ആദ്യം പറഞ്ഞു എനിക്ക് അഡ്മിഷൻ ലഭിക്കാതെ പോയത് ഒരു 15 മാർക്കിന്റെ കുറവുണ്ടാവുമെന്ന് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞായിരുന്നു. ആ 15 മാർക്കിന്റെ ഇമ്പോർട്ടൻസ് എന്താന്ന് പറയാം. അപ്പൊ ഞങ്ങൾ കുടുംബമൊക്കെ ആയി. ദൈവത്തിന്റെ പല വാഗ്ദത്തങ്ങളും ഞങ്ങളോട് ഉണ്ടായിരുന്നു. ഇങ്ങനെ US വരുന്ന കാര്യമൊക്കെ പറഞ്ഞു. അപ്പൊ കുറെ നാള് കാത്തിരുന്നിട്ട് US വഴികളൊന്നും തുറക്കുന്നില്ല. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ എന്നാൽ എനിക്ക് കാനഡയ്ക്ക് വല്ലതും പോകാൻ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ കാനഡയ്ക്ക് ട്രൈ ചെയ്യാനായിട്ട് ഞങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. ഞങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അപ്പൊ നമുക്ക് അതിന്റെ കോളേജിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ്സും അതുപോലെ ട്രാൻസ്ക്രിപ്റ്റ് ഒക്കെ വേണം. അപ്പൊ ഞാൻ അതിനുവേണ്ടി MG യൂണിവേഴ്സിറ്റിയിൽ അതിന്റെ ആപ്ലിക്കേഷൻ കൊടുത്തു. ഈ ഡിഗ്രി സർട്ടിഫിക്കറ്റിന്റെ കോപ്പിയും ട്രാൻസ്ക്രിപ്റ്റ് ഒക്കെ ലഭിക്കാനായിട്ട് ആപ്ലിക്കേഷൻ കൊടുത്തു. അപ്പൊ അത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2019 എൻ്റെ ഓർമ്മ. ഞാൻ ഡിഗ്രി BSc പാസ്സാകുന്നത് 2005 അത് കഴിഞ്ഞ് 14 ഇയേഴ്സിന് ശേഷമാണ് 2015 എൻ്റെ ഓർമ്മ. 2015-14 ആ സമയത്ത് അങ്ങനെ ആപ്ലിക്കേഷൻ കൊടുത്തു. അപ്പൊ ഈ സർട്ടിഫിക്കറ്റിനായിട്ട് ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ മാർക്സ് കാർഡിൽ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്. ആക്ച്വലി നിങ്ങൾക്ക് ഒരു 21 മാർക്സ് കൂടി ലഭിക്കേണ്ടതായിരുന്നു. അത് പക്ഷെ ടോട്ടൽ ചെയ്ത് എഴുതി കഴിഞ്ഞപ്പോൾ ആ മാർക്ക് മിസ്സായിപ്പോയി. അതായത് എനിക്ക് അന്ന് ലഭിച്ചിരുന്നത് 597 മാർക്കാണ് ഔട്ട് ഓഫ് 1000 മാർക്കിൽ 597 ആണ്. ആക്ച്വലി എനിക്ക് ലഭിക്കേണ്ടിയിരുന്നത് 618 മാർക്സ് ആണ്. ആ 618 മാർക്ക് ലഭിക്കേണ്ടടുത്ത് അവരുടെ ടോട്ടലിംഗിൽ വന്ന മിസ്റ്റേക്ക് പ്രകാരം എനിക്ക് 21 മാർക്ക് പറഞ്ഞു പോയി. എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു ആദ്യം പുതിയ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യണം, അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ട്രാൻസ്ക്രിപ്റ്റ് തരാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതിനാദ്യം ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറഞ്ഞു. പുതിയ സർട്ടിഫിക്കറ്റിന് കറക്റ്റ് ചെയ്ത് പുതിയ സർട്ടിഫിക്കറ്റ് കിട്ടാൻ. അപ്പൊ ഞാനത് ഒരു പുതിയ ആപ്ലിക്കേഷൻ കൊടുത്തു എനിക്ക് പുതിയ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വന്നു. പുതിയ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വന്നപ്പോൾ 21 മാർക്സ് കൂടി കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് സെക്കൻഡ് ക്ലാസ് ഉണ്ടായിരുന്നു എനിക്ക് ഫസ്റ്റ് ക്ലാസ് ആയിട്ട് പ്രൊമോഷൻ കിട്ടുകയാണ്. അതായത് അന്ന് കിട്ടിയത് സെക്കൻഡ് ക്ലാസ് ആണ്. ഇപ്പോൾ വന്നപ്പോൾ പുതിയ സർട്ടിഫിക്കറ്റ് വന്നപ്പോൾ എനിക്ക് ഫസ്റ്റ് ക്ലാസ് ആണ് കിട്ടുന്നത്. അപ്പൊ ഞാൻ ഓർക്കുമായിരുന്നു ദൈവത്തിന്റെ ഓരോ പ്രവൃത്തികൾ. അന്നാ 21 മാർക്ക് എനിക്ക് അതിനകത്ത് കിട്ടിയെങ്കിൽ ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റുമെന്നും. അറിയത്തില്ല, ചിലപ്പോൾ വേറെ വഴിയിലുള്ള ദൈവം കാണാം. പക്ഷെ അന്ന് എനിക്ക് 21 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എൻ്റെ നാട്ടിൽ തന്നെ തുടരത്തുള്ളൂ. എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ ഞാൻ മാറത്തില്ല. ആ ഒരു സിസ്റ്റത്തിൽ നിന്ന് ഞാൻ പുറത്തു വരത്തില്ല. ഞാൻ അവിടെ തന്നെ നിൽക്കത്തുള്ളൂ. പക്ഷെ ദൈവത്തിന് അറിയായിരുന്നു എവിടെ എങ്ങനെ. കാരണം ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മളെ അറിഞ്ഞു എന്നാ പറയുന്നത്. ദൈവത്തിന്റെ വചനം പറയുന്നത് നമ്മളെ അറിഞ്ഞു. അപ്പൊ ആ ദൈവത്തിലോട്ട് എന്നെ കൊണ്ടുവരാൻ വേണ്ടി ആ 15 മാർക്ക്, ആ കട്ട് ഓഫ് മാർക്കിനും 15 മാർക്ക് താഴെ എനിക്ക് ഓൾറെഡി ആ മാർക്ക് എങ്ങനെ ലഭിച്ചെന്ന് എനിക്കറിയത്തില്ല. കാരണം ഞാൻ ഒന്നും ചെയ്തില്ല. ആ ദൈവത്തിന്റെ ഒരു കരുണയായിരുന്നു. പക്ഷെ അവിടെയും ദൈവം അത് മറച്ചു വെച്ചിട്ട് എന്നെ പിടിക്കുകയാണ്. അങ്ങനെ ആ 15 മാർക്കിൽ നിന്നാണ് എന്നെ ദൈവം രക്ഷയുടെ അനുഭവത്തിലോട്ടുള്ള വഴി വെട്ടി തുടങ്ങുന്നത്. അങ്ങനെ ദൈവം ഇത്രത്തോളം ദൈവം നടത്തി. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ 15 മാർക്കിന് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മുടെ ലൈഫിൽ ചിലത് നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് ലഭിച്ചില്ലെങ്കിൽ തന്നെ അതിന്റെ പിന്നിൽ ദൈവത്തിന് ഭയങ്കര ഉദ്ദേശമുണ്ട്. അപ്പോ അത് എന്റെ ലൈഫിൽ ഞാൻ പഠിച്ചു. ദൈവം നമ്മൾ ഉദ്ദേശിക്കുന്ന ചില സമയത്ത് ചിലത് നടന്നില്ല എന്നുണ്ടെങ്കിലും അതിന്റെ പിന്നിൽ ദൈവത്തിന് വേറൊരു ഉദ്ദേശം കാണും, വലിയൊരു പദ്ധതി കാണും. ആ ഒരു പദ്ധതി എന്റെ ലൈഫിലും കാണുവാൻ ദൈവം അവസരം തന്നു. അതിനോർത്ത് ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, ദൈവത്തോട് നന്ദി പറയുന്നു. എന്നെയും രക്ഷിക്കുവാൻ കർത്താവിന് കൃപ തോന്നിയതിനെ ഓർത്ത്, ഈ ദൈവത്തിന്റെ സ്നേഹം അറിയുവാൻ ദൈവത്തിന് എനിക്കും സാധ്യമായതിനെ ഓർത്ത് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. അതാണ് ഞാൻ രക്ഷയുടെ അനുഭവത്തിലോട്ട് കടന്നു വന്ന എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. പ്രൈസ് ദി ലോർഡ്. പാസ്റ്റർ കണ്ടിന്യൂ ചെയ്യാണോ? കണ്ടിന്യൂ ചെയ്തു. ഓക്കെ.
രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ടാമത്തെ ഒരു ഇമ്പോർട്ടന്റ് സാക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം എന്നെ ഒരു ഹാർട്ട് അറ്റാക്കിന്റെ അനുഭവത്തിൽ നിന്ന് വിടുവിച്ച ഒരു സാക്ഷ്യമാണ്. പല രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചിട്ടുണ്ട്. എൻ്റെ വൈഫ് ഇതിനു മുമ്പ് ഓൾറെഡി ഒരു സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വൈഫിന് വന്ന ഒരു മാരകമായ രോഗത്തെ കുറിച്ച്, ഒരു ഓട്ടോഇമ്മ്യൂൺ ഡിസീസ്, ലിവറിനെ ബാധിച്ച ഒരു രോഗം, ഒരു പ്രതീക്ഷയ്ക്ക് വകയില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് ദൈവം എൻ്റെ വൈഫിനെ വിടുവിച്ച ഒരു സാക്ഷ്യത്തെ കുറിച്ച് ഓൾറെഡി ഇതേ ചാനലിൽ എൻ്റെ വൈഫ് ലിപ്സി സാക്ഷ്യം പറഞ്ഞതാണ്. അതുപോലെ ഞങ്ങൾ പല സാഹചര്യങ്ങളിൽ ദൈവം ഞങ്ങളെ വിടുവിച്ചിട്ടുണ്ട്. പല ആക്സിഡൻസിൽ നിന്ന് ഞങ്ങളെ ദൈവം വിടുവിച്ചിട്ടുണ്ട്. എന്നാൽ അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാക്ഷ്യമാണ്. എന്നെ ഒരു ഹാർട്ട് അറ്റാക്കിൽ നിന്ന് ദൈവം വിടുവിച്ചത്. അത് എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആവുന്നു വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പിന്നീട് മനസ്സിലാവും. അപ്പോ ഞാൻ 2013 ഞാൻ അപ്പോൾ ഈ രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഇതേ ബാംഗ്ലൂർ ഏജ് ചർച്ച് ഞാൻ വളരെ ആക്റ്റീവ് മെമ്പറായി. അവിടുത്തെ എല്ലാ കാര്യങ്ങളിലും, യൂത്തിന്റെ കാര്യങ്ങളിലും വർഷിപ്പിന്റെ കാര്യത്തിലൊക്കെ വളരെ സജീവമായിട്ട് ഇൻവോൾവ് ആയിരുന്നു. വളരെ അനുഗ്രഹപ്രദമായിട്ട് മുന്നോട്ട് പോയി. എനിക്ക് പണ്ടുണ്ടായിരുന്നത് ചെളിക്കുണ്ടിലോട്ട് കൊണ്ടുപോകുന്ന കൂട്ടുകാരായിരുന്നെങ്കിൽ പിന്നെ എനിക്ക് വളരെ നല്ല നല്ല സുഹൃത്തുക്കളെ കൈവരിക്കാവുന്നു. ഇപ്പോഴും ആ ആത്മീയ ബന്ധം തുടർന്ന് ഇവിടെ ആയിരിക്കുമ്പോഴും പാസ്റ്റർ റോയി, പാസ്റ്റർ ഏബിൾ വർഗീസ്, നമ്മുടെ ജോഷുവ എന്ന് പറഞ്ഞ ഒത്തിരി ആത്മീയ സഹോദരന്മാരുണ്ട്. അവരുമായിട്ടുള്ള ബന്ധം ഇപ്പോഴും തുടരുന്നു. അപ്പൊ ആ ഒരു ചെളിക്കുണ്ടിൽ നിന്ന് ദൈവം മാറ്റിയതിനു ശേഷം നല്ല ആത്മീയ സുഹൃത്തുക്കളെ നമുക്ക് ദൈവം തന്നു. അപ്പൊ ഞാൻ ആ ചർച്ചിൽ ഇങ്ങനെ വളരെ ആക്റ്റീവായിട്ട് പോകുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ എല്ലാ വർഷവും ഉപവാസ പ്രാർത്ഥനയുണ്ട്. ചിലപ്പോൾ 21 days ആയിരിക്കും, ചിലപ്പോൾ 40 days ആയിരിക്കും. അങ്ങനെ ഉപവാസമൊക്കെ എടുക്കാറുണ്ട്. അപ്പൊ ഞാൻ ഒരു വർഷം ഈ 2013 ഉപവാസ പ്രാർത്ഥന, അത് ഏപ്രിൽ മെയ് മാസം നടക്കുന്ന ഒരു 40 days ഫാസ്റ്റിംഗ് ആയിരുന്നു. അപ്പൊ എന്റെ മനസ്സിൽ ദൈവാത്മാവിന്റെ പ്രേരണ പ്രകാരം ഞാൻ 40 days ഫാസ്റ്റിംഗ്, ഞാൻ ആദ്യം വിചാരിച്ച് ഫാസ്റ്റിംഗ് എടുക്കണ്ടായിരുന്നു. അപ്പൊ ഓൾറെഡി ചർച്ചിൽ ഫാസ്റ്റിംഗ് തുടങ്ങി. ആ ഫാസ്റ്റിംഗ് തുടങ്ങി 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് എന്റെ മനസ്സിൽ തോന്നി ഞാനും ഫാസ്റ്റിംഗ് എടുക്കാം. അപ്പൊ ഞാൻ ഈ പറഞ്ഞോണം 40 days ഫുൾ ഫാസ്റ്റിംഗ് തുടങ്ങി. 40 days ഫുൾ ഫാസ്റ്റിംഗിൽ ഇരുന്നു. അങ്ങനെ ചർച്ചിന്റെ എല്ലാ മീറ്റിങ്ങിലും തന്നെ ഞാൻ അറ്റൻഡ് ചെയ്ത് വളരെ അനുഗ്രഹപ്രദമായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. അപ്പൊ ചർച്ചിന്റെ 40 days കഴിഞ്ഞു. ചർച്ചിന്റെ 40 days ഫാസ്റ്റിംഗ് പ്രയർ കഴിഞ്ഞു. അപ്പോൾ ഞാൻ 2 ദിവസം ലേറ്റ് ആയിട്ട് തുടങ്ങിയത്. അതുകൊണ്ട് എന്റെ ഫാസ്റ്റിംഗ് 38 days ആയിട്ടുള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ 2 days കൂടി കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 40 days കംപ്ലീറ്റ് ചെയ്യാമല്ലോ. എനിവേ ചർച്ചിലെ പ്രയർ കഴിഞ്ഞെങ്കിൽ തന്നെ എനിക്ക് സ്വയമായിട്ട് കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ അങ്ങനെ ഒരു തീരുമാനത്തിലെത്തി. എന്നാൽ എന്റെ ലീവ് കഴിഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ പിറ്റേ ദിവസം മൺഡേ, ഈ സൺഡേ ആണ് 40 days, ഒരു സൺഡേ ആണ് മെയ് 11 എനിക്ക് തോന്നുന്നു മീറ്റിംഗ് കഴിയുന്നത്. പിറ്റേ ദിവസം എനിക്ക് ജോലിക്ക് കയറണം. ഞാൻ അന്ന് വരെ ലീവ് എടുത്തുള്ളായിരുന്നു. അപ്പൊ ഞാൻ നെക്സ്റ്റ് ഡേ, എന്റെ 39th ഫാസ്റ്റിംഗ് ഡേ, നെക്സ്റ്റ് ഡേയിൽ ഞാൻ ഇങ്ങനെ ഓഫീസിലോട്ട് പോവുകയാണ്. ഓഫീസിലോട്ട് വണ്ടി അടിച്ച് പോകുന്ന സമയത്ത് ഞാൻ മാരത്തള്ളി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ജോലി ചെയ്യുന്നത്. ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത് ഹെബ്ബാൾ എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പൊ അവിടെ നിന്ന് ഞാൻ എൻ്റെ കാറിൽ ഇങ്ങനെ കാർ ഓടിച്ച് പോകുമ്പോൾ കേരപുരം കേരളത്തിൽ ഒരു ബ്രിഡ്ജ് ഉണ്ട്. എപ്പോഴും വളരെ ബ്ലോക്കുള്ള ഒരു ബ്രിഡ്ജ്. ഒത്തിരി സമയം വേണം, ഒരു മണിക്കൂറെങ്കിലും എടുക്കുക സിഗ്നൽ ആ ഒരു ബ്ലോക്കിൽ നിന്ന് കടന്നു പോകണമെങ്കിൽ. ദൈവം സഹായിച്ച അന്ന് വലിയ ബ്ലോക്കില്ലായിരുന്നു. പക്ഷെ ആ ബ്രിഡ്ജിന്റെ മുകളിൽ വെച്ച് എനിക്ക് പെട്ടെന്നൊരു ചെസ്റ്റ് പെയിൻ വരാണ്. അപ്പൊ സാധാരണ ഒരു ഗ്യാസിന്റെ പെയിൻ പോലെയാണ് എനിക്ക് ആദ്യം തോന്നിയത്. ഒരു ചെസ്റ്റ് പെയിൻ വരുന്നു. പിന്നെ എനിക്ക് എന്താ പറയാ, വൊമിറ്റ് ചെയ്യാൻ വരുന്ന പോലെ തോന്നുന്നു. എന്നെ സ്വെറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഞാനിങ്ങനെ എന്തോ ഒരു ശരിയായിരിക്കും, അത് ഹാർട്ട് അറ്റാക്ക് ആണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് മെഡിക്കൽ ഫീൽഡിലാണ്, എനിക്ക് അറിയത്തില്ല. ഞാൻ എനിക്ക് പെട്ടെന്ന് എന്റെ പാസ്റ്റർ വിളിച്ചു. ഇതേ പാസ്റ്റർ എന്നെ രക്ഷയിൽ കൊണ്ടുവന്ന എന്റെ പാസ്റ്റർ ഗ്രാമറീസ് ഞാൻ വിളിച്ചു. അദ്ദേഹം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു പെട്ടെന്ന് അടുത്തുള്ള ഹോസ്പിറ്റലിലോട്ട് കയറാൻ പറഞ്ഞു. പക്ഷെ ഞാനൊരു ബ്രിഡ്ജിന്റെ മുകളിലാണ്. അവിടെ നിന്ന് അടുത്ത ഹോസ്പിറ്റലിലോട്ട് പോകണമെങ്കിൽ 7-8 കിലോമീറ്റർ പോകണം. ഞാൻ 7-8 കിലോമീറ്റർ വണ്ടി ഓടിച്ചു. അപ്പോഴും എനിക്ക് ചെസ്റ്റ് പെയിൻ ഉണ്ട്. ഞാനൊരു 7-8 കിലോമീറ്റർ ഓടിച്ച് മാരത്തള്ളി എത്തി. എൻ്റെ ഓഫീസിന്റെ അടുത്ത് തന്നെ ഒരു ഹോസ്പിറ്റലുണ്ട്. ആ ഹോസ്പിറ്റലിലോട്ട് ഞാൻ വണ്ടി ഓടിച്ച് കയറി. ഞാൻ അവിടെ ചെന്ന് പറഞ്ഞു എനിക്ക് ചെസ്റ്റ് പെയിൻ ആണ് എന്ന് പറഞ്ഞു. പക്ഷെ അവരൊന്നും മൈൻഡ് ചെയ്തില്ല. അവര് പറഞ്ഞ എനിക്ക് ഗ്യാസ്ട്രൈറ്റിസ് ആയിരിക്കും, എനിക്ക് അവിടെ കിടക്കാൻ പറഞ്ഞു. അവിടുത്തെ ആണ് ECG വർക്ക് ചെയ്യുന്നില്ല, എന്തോ സംതിങ് ഫാൾട്ട് ആയിരുന്നു. അവര് പ്രത്യേകിച്ച് ഒന്നും നോക്കിയില്ല. അവര് ബ്ലഡ് ഒക്കെ എടുത്ത് ടെസ്റ്റിന് വിട്ടു. അത് ആ സമയത്ത് എന്റെ വൈഫും മൂത്ത മകനും
അവരപ്പോ പപ്പയുടെ അടുത്ത് മസ്കറ്റിലാണ്. അപ്പൊ എന്റെ അടുത്ത് ആരുമില്ല. എന്റെ അടുത്തുള്ളത് വൈഫിന്റെ ബ്രദർ ഉണ്ടായിരുന്നു. അവനാണെങ്കിൽ രാവിലെ ജോലിക്ക് പോയി. അപ്പൊ ഞാൻ തന്നെയാണ് ഇപ്പൊ വണ്ടി ഓടിച്ച് ഇവിടെ വന്നത്. ഇവര് എന്നോട് അവിടെ കിടക്കാൻ പറഞ്ഞു. ഞാൻ കിടന്നപ്പോ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മയങ്ങിപ്പോയി. പിന്നെ എന്താ സംഭവിക്കുന്നത് എനിക്കറിയത്തില്ല. ചർച്ച ചെയ്യുന്നപ്പോഴത്തേക്കും എന്റെ പാസ്റ്റർ വന്ന് പ്രാർത്ഥിച്ചു. എന്റെ സുഹൃത്തുക്കൾ പലരും വന്നു. അപ്പൊ എനിക്ക് വലിയ ബോധമൊന്നുമില്ല, ഞാൻ ഇങ്ങനെ കിടക്കുക. അപ്പൊ ഞങ്ങളുടെ ചർച്ചിൽ തന്നെയാണെങ്കിൽ ഒരു ഡോക്ടർ സീമ എന്ന് പറഞ്ഞ നല്ലൊരു ഡോക്ടറുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ആത്മീയമായിട്ടുള്ള ഒരു ഡോക്ടറാണ്. അവര് ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ നിന്ന് ഉടനെ അവരൊരു ആംബുലൻസ് അയച്ച് ഫുൾ കാർഡിയാക് സെറ്റപ്പ് ആയിട്ട് ഡോക്ടേഴ്സിന് ഉൾപ്പെടെ അവർ പെട്ടെന്ന് ഈ ഹോസ്പിറ്റലിലോട്ട് അയച്ചു. അപ്പോഴത്തേക്ക് ഈവനിങ് ആയി. രാവിലെയാണ് എനിക്ക് സംഭവിക്കുന്നത്. 10 മണിക്ക് കഴിഞ്ഞിട്ടാണ് ഈ പറഞ്ഞ ചെസ്റ്റ് പെയിൻ വരുന്നതും. അപ്പോഴത്തേക്കും ഒരു 2 PM 3 PM ആയി. അപ്പോഴത്തേക്ക് ആംബുലൻസ് വന്നവരൊക്കെ തന്നെ ആംബുലൻസ് കയറ്റി തിരിച്ച് അവരുടെ ഹോസ്പിറ്റലിലോട്ട് യശ്വന്തപുരത്തുള്ള കൊളമ്പേശ്ശി, അന്ന് അറിയപ്പെടുന്ന കൊളമ്പേശ്ശി, എനിക്ക് ഇന്ന് തോന്നുന്നു മണിപ്പാൽ ഹോസ്പിറ്റലിന്റെ ഭാഗമെന്നാണ് എനിക്ക് തോന്നുന്നത്. അന്ന് ആ ഹോസ്പിറ്റലിന്റെ ഒരു കൊളമ്പേശ്ശിയാണ്. അപ്പൊ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് തന്നെ ഇത് കാർഡിയാക്ക് എല്ലാം മോണിറ്ററുള്ള ഒരു ആംബുലൻസ് ആയിരുന്നു. അതിനകത്ത് തന്നെ അവര് ECG എല്ലാം എടുത്തപ്പോ തന്നെ ഡോക്ടറിനെ അയച്ചു. അപ്പൊ അതിനകത്ത് ECG എല്ലാം എലിവേറ്റ് ആയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് എന്റെ ബ്ലഡ് റിസൾട്ട് വന്നു. അതിനകത്ത് ഏതൊരു എൻസൈം, ഈ ഹാർട്ട് അറ്റാക്കുമായി ബന്ധപ്പെട്ട് എന്തൊരു എൻസൈം ഉണ്ട്, അത് ഭയങ്കരമായിട്ട് എലിവേറ്റ് ആയിരിക്കുന്നു. അപ്പോഴാണ് അറിയുന്നത് MI ആയിരുന്നു, എനിക്കൊരു അറ്റാക്കാണ് വന്നതെന്ന് മനസ്സിലാകുന്നത്. അങ്ങനെ അവര് ഉടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പെട്ടെന്ന് എനിക്ക് ആൻജിയോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ഇത് ആൻജിയോഗ്രാമിന് തന്നെ കയറ്റി. പിന്നീട് നടക്കുന്നത് ഇവര് പറഞ്ഞുള്ള അറിവാണുള്ളത്, എന്റെ വൈഫ് പറഞ്ഞുള്ള അറിവാണ് എനിക്കുള്ളത്. അപ്പൊ ആൻജിയോഗ്രാം ചെയ്യാൻ കയറ്റുന്നതിന് മുമ്പ് ഡോക്ടർ വൈഫിനെ വിളിച്ചു. ഇവിടുന്ന് മസ്കറ്റിലുള്ള എന്റെ വൈഫിനെ കോണ്ടാക്ട് ചെയ്തു. അവര് പറഞ്ഞു സ്റ്റെന്റ് എന്തായാലും ഇടേണ്ടി വരും, ഒരു അറ്റാക്കാണ് വന്നത്, എവിടെയോ ബ്ലോക്ക് ഉണ്ട്, സ്റ്റെന്റ് ഇടണം, നിങ്ങൾ ഏത് സ്റ്റെന്റ് വേണമെന്ന് ഡിസൈഡ് ചെയ്യും. പല റേറ്റിലുള്ളത്, കുറഞ്ഞത് തുടങ്ങി കൂടിയത് വരെയുള്ള പല സ്റ്റെന്റിന്റെ ഡീറ്റെയിൽ ഇവരോട് പറഞ്ഞു. അപ്പൊ വൈഫിന്റെ പപ്പ പറഞ്ഞു ഏറ്റവും ബെസ്റ്റ് ഇട്ടോളാൻ പറഞ്ഞു. ഏറ്റവും ബെസ്റ്റ് സ്റ്റെന്റ് ഏതാണോ അത് ഇട്ടോളാൻ പറഞ്ഞു. അങ്ങനെ ഇവർ ആൻജിയോഗ്രാം ചെയ്തു. ആൻജിയോഗ്രാം ചെയ്ത് കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോ എല്ലാം നോർമലാ, അതിനകത്ത് ഒരു കുഴപ്പമില്ല, എല്ലാം നോർമൽ. എന്നാൽ എനിക്ക് അറ്റാക്ക് വന്നു എന്നുള്ളത് അതിനകത്ത് വ്യക്തമായിട്ട് ബ്ലഡിന്റെ റിസൾട്ടിന്റെ ECG എന്ന് എടുത്താലും ആ ഒരു സ്ക്രാച്ച് വന്നു ഇപ്പോഴും കാണിക്കും, ECG വേരിയേഷൻ കാണിക്കും. അപ്പോ ECG അതിനകത്തുണ്ട്, ബ്ലഡ് വർക്കിൽ അതിന്റെ റിസൾട്ട് ഉണ്ട്, എല്ലാം ഉണ്ട്. എനിവേ അത് കഴിഞ്ഞു. ഞാൻ പിറ്റേ ദിവസം ഡിസ്ചാർജ് ആവുക, കുഴപ്പമൊന്നുമില്ലാത്തതുകൊണ്ട് ഡിസ്ചാർജ് ആവുക. അപ്പോഴത്തേക്കും വൈഫ് വന്നു. ഡിസ്ചാർജ് ആയി ഡോക്ടറുടെ അടുത്ത് വന്നപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത് മെഡിക്കലി ഇമ്പോസിബിൾ ആണ്. എന്തായാലും ബ്ലോക്ക് ഉണ്ടായിരുന്നു, ഡെഫിനറ്റ്ലി ഒരു ബ്ലോക്ക് ഉണ്ടായിരുന്നു. അത് പക്ഷെ എങ്ങനെ ഡിസോൾവ് ആയെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. മെഡിക്കലി അതൊരു റെയർ കേസാണ്. പക്ഷെ നിങ്ങളുടെ കാര്യത്തിൽ അത് സംഭവിച്ചു. അത് ഒരു കുഴപ്പമില്ലാതെ ഞങ്ങൾ പോയി. എനിവേ ബ്ലഡ് തിന്നർ കഴിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ബ്ലോക്ക് വന്നുകൊണ്ട് എന്താ ഒരു ബ്ലഡ് തിന്നർ എഴുതി. പക്ഷെ ദൈവം സഹായിച്ച് ആ മരുന്ന് ഒരു ദിവസം പോലും എനിക്ക് എടുക്കേണ്ടി വന്നില്ല. ഒറ്റ ദിവസം പോലും ഞാൻ മരുന്ന് കഴിച്ചില്ല. എനിക്ക് ബ്ലഡ് തിന്നർ അവർ എഴുതി തന്നെങ്കിൽ ഞാൻ അത് ഒരിക്കലും എടുത്തില്ല. കാരണം ഞാൻ വിശ്വസിച്ചു എന്റെ കർത്താവാണ് എന്നെ വിളിച്ചത്. മെഡിക്കലി ഇമ്പോസിബിൾ എന്നുള്ള ഒരു വേർഡ് അവർ ഉപയോഗിച്ചെങ്കിൽ എനിക്കറിയാം മനുഷ്യരിൽ അസാധ്യമാണെങ്കിൽ ദൈവത്താൽ സകലതും സാധ്യം. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ കുറച്ച് ഒരു 5-6 മാസം കഴിഞ്ഞ് പിന്നെ ഞാൻ റിവ്യൂവിന് ലേക്ക് ഷോർ, എറണാകുളത്തുള്ള ലേക്ക് ഷോർ നാട്ടിൽ വന്നപ്പോൾ എറണാകുളത്തുള്ള ഒരു ഫുൾ മെഡിക്കൽ ബോഡി ചെക്കപ്പിന് ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ ചെന്നു. ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഞാൻ അവിടുത്തെ ഡോക്ടറോട് എന്റെ ഹിസ്റ്ററി ഒക്കെ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം നടന്നായിരുന്നു. അപ്പൊ അവർ കൂടുതലും ഹാർട്ട് സംബന്ധമായിട്ടുള്ള കുറെ ടെസ്റ്റ് ഒക്കെ ചെയ്തു. എന്നെ കൊണ്ട് ത്രെഡ്മിൽ ഓടിപ്പിച്ചു, പല ലെവലിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. അദ്ദേഹം സർട്ടിഫൈ ചെയ്ത ഒരു കാര്യമുണ്ട്, അദ്ദേഹം ഉപയോഗിച്ച് മേടിയാൽ ഞാൻ പറയാം, ഒരു ഏറ്റവും കാഠിന്യമുള്ള, അതായത് ഒരു കൂലിവേല ചെയ്ത് അല്ലെങ്കിൽ ഹാർട്ടിന് ഒരുപാട് വർക്ക് വരുന്ന ജോലി ചെയ്യുന്ന ഒരാളുടെ ഹൃദയത്തെക്കാളും സ്ട്രോങ് ആയിട്ടാണ് സെബിയുടെ ഹാർട്ട് ഇരിക്കുന്നത്. നത്തിങ് ടു വറി എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് അദ്ദേഹം പറയുകയാണ്. അപ്പൊ ഞാൻ ദൈവത്തെ ഒത്തിരി സ്തുതിച്ചു. പക്ഷെ ഈ ഹാർട്ട് അറ്റാക്ക് വന്നില്ല. ഞാനപ്പോഴും കർത്താവിനോട് വിളിച്ചു, ദൈവം എന്തിനാണ് അനുവദിച്ചത്, ദൈവം അനുവദിച്ചല്ലോ എന്നുള്ളൊരു വിഷമം എന്റെ മനസ്സിൽ കിടത്താണ്. അപ്പൊ ഇത് സംഭവിച്ച് ഇതിന്റെ ഇടയ്ക്ക് നടന്നൊരു കാര്യം പറയാം. ഞാനപ്പോ ഈ കുറച്ച് നാൾ ലീവ് എടുക്കേണ്ടി വന്നു. മെഡിക്കൽ ലീവ് എടുത്ത് ഞാൻ എന്റെ എന്താ പറയാ ഓഫീസിൽ ചെല്ലുകയാണ്. ഓഫീസിൽ ചെന്ന് കഴിഞ്ഞപ്പോ എന്റെ മാനേജർ എന്നെ വിളിച്ചിട്ട്
എനിക്കൊരു ചെക്ക് തരികയാണ്. ഒരു നല്ല എമൗണ്ടിലുള്ള ഒരു ചെക്ക് തന്നു. അപ്പൊ ഞാനിങ്ങനെ നോക്കി എന്തുവാണെന്ന് നോക്കി. അപ്പൊ അവരെന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഒരു IT കമ്പനിയുടെ എല്ലാ എംപ്ലോയീസും ഇൻഷുർഡ് ആണ്. ഏതെങ്കിലും ഒരു ക്രിട്ടിക്കൽ ഇൽനെസ് വന്നു കഴിഞ്ഞാൽ, ഇതുപോലെ ഹാർട്ട് അറ്റാക്ക്, ക്യാൻസർ, അങ്ങനെ ഇതുപോലെ എന്തെങ്കിലും ക്രിട്ടിക്കൽ ഇൽനെസ് വന്നാൽ അവർക്ക് സപ്പോർട്ടിന് വേണ്ടി എല്ലാ എംപ്ലോയീസും ഇൻഷുർഡ് ആണ് കമ്പനിയിൽ നിന്ന് തന്നെ. അപ്പൊ എനിക്കിങ്ങനെ പെട്ടെന്ന് ഒരു ഹാർട്ട് അറ്റാക്ക് വന്നതുകൊണ്ട് അവര് ആ ഇൻഷുറൻസ് ക്ലെയിം ചെയ്തു. എനിക്കൊരു നല്ലൊരു എമൗണ്ട് അപ്രൂവ് ആയി. ആ എമൗണ്ടിന്റെ ചെക്കാണ് അവർ എനിക്ക് തരുന്നത്. അപ്പൊ ഞാൻ ആലോചിക്കണം, ഇത് കൊള്ളാലോ, ഹാർട്ട് അറ്റാക്ക് വന്നു, ദൈവം നല്ലൊരു എമൗണ്ട് കൈ തന്നല്ലോ എന്ന് ഞാൻ ചിന്തിച്ച്, ദൈവം ഒരിക്കലും നമ്മള് ഹാർട്ട് അറ്റാക്ക് തന്ന് മരുന്ന് എമൗണ്ട് തരുന്നതല്ല. പക്ഷെ അത് വചനമുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടത് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുക. അതിന് പല ഡയമെൻഷനുള്ള മീനിങ് ഉണ്ട്. പക്ഷെ എന്റെ ലൈഫിൽ എന്നെ തകർത്ത് കളയാൻ പിശാച് ഒരു പ്ലാൻ ഒരുക്കി കഴിഞ്ഞപ്പോ ദൈവം അതിനെ എന്റെ ലൈഫിൽ ഒരു നന്മയ്ക്കായിട്ട് മാറ്റുകയാണ്. അപ്പോ അത് എന്തിനാ ഉപയോഗിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ ലൈഫിൽ ഞങ്ങളോട് പലപ്പോഴും ദൈവം, ഞങ്ങൾ വാഗ്ദത്തങ്ങളിൽ വളരെ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ വചനത്തിലും പ്രവാചകന്മാരിലൂടെയുള്ള വാഗ്ദത്തങ്ങളെല്ലാം ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പൊ പലപ്പോഴും വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഒരു ലാൻഡ് തരും. അപ്പൊ ഞാൻ കർത്താവിനോട് ചോദിക്കും, എന്റെ ജോലി കർത്താവിന് അറിയാം, എന്തുമാത്രം മിച്ചം വരുമെന്ന് കർത്താവിന് അറിയാം. ഞങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന ഒരു കാര്യമല്ല ഒരു ലാൻഡ് മേടിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ സ്വയം അധ്വാനിച്ച് എന്തായാലും ഒരു ലാൻഡ് ഉടനെ മേടിക്കുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷയില്ല കർത്താവിന് ഞാൻ മനസ്സിൽ പറയാറുണ്ട്. അപ്പൊ ഈ എമൗണ്ട് കൈ കിട്ടിയ സമയത്താണ് യാദൃശ്ചികമായിട്ട് ഒരു വ്യക്തി വന്ന് പറയുന്നു, ഇങ്ങനൊരു ലാൻഡിന്റെ ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂർ പട്ടണത്തിൽ ഒരു ലാൻഡ് വാങ്ങിക്കുന്നത്. ആ എമൗണ്ട്, അതിന്റെ ദശാംശ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുള്ള ആ എമൗണ്ടും പിന്നെ കയ്യിലിരുന്ന കുറച്ച് എമൗണ്ടും കൂടി ചേർത്ത് ഞങ്ങൾ ബാംഗ്ലൂരിൽ അങ്ങനെ ഒരു ലാൻഡ് മേടിക്കുന്നത്. അപ്പോ നാശത്തിനായിട്ട് പിശാച് പ്ലാൻ ചെയ്തെങ്കിലും ആ ഒരു അവസരം കർത്താവ് അത് ഒരു വാഗ്ദത്തം നിവൃത്തീകരിക്കാനുള്ള ഒരു സാഹചര്യമാക്കി മാറ്റാണ്. അത് അവിടെയും തീർന്നില്ല. അത് കഴിഞ്ഞ് ആ ലാൻഡ് ഞങ്ങളിപ്പോ കഴിഞ്ഞ വർഷം 2 വർഷം മുമ്പ് നാട്ടിൽ പോയി കഴിഞ്ഞപ്പോ ആ ലാൻഡ് ഞങ്ങളത് വിൽക്കുവാൻ റെഡിയായി തീർന്നു. അപ്പൊ അതിന്റെ ആ ഒരു എമൗണ്ടിൽ നിന്ന് ഇപ്പൊ ഞങ്ങൾ ഇരിക്കുന്ന വീട്ടിൽ ആ ഒരു ലാൻഡ് വിറ്റു, അതിന് കുറച്ച് എമൗണ്ട് കിട്ടി. അത് കർത്താവിന്റെ വിലയ്ക്ക് കുറെ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം കുറച്ച് എമൗണ്ട് ഞങ്ങള് കുറച്ച് ഫർണിച്ചർ മേടിച്ചു. ഇന്ന് ഞാനിപ്പോ ഇവിടെ ഇരുന്ന് സാക്ഷ്യം പറയുന്ന ചെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എമൗണ്ടിൽ നിന്ന് മേടിച്ച ഫർണിച്ചറാണ്. ആ ചെയറിൽ ഇരുന്നാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത്. അതായത് എന്നെ വഴിയിൽ തകർത്ത് കളയണമെന്ന് പിശാച് പ്ലാൻ ഇട്ട സ്ഥാനത്ത് 2019 ഇന്ന് 2025 ഞാൻ ഇരുന്ന് അതേ സാക്ഷ്യം പറയുന്നത് ദൈവം അന്ന് തുറന്ന നന്മയുടെ ആ വാതിൽ നിന്ന് മേടിച്ച ആ ഒരു ചെയറിൽ ഇരുന്നാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത്. അപ്പോ പിശാച് പലതും നമ്മുടെ ജീവിതത്തിൽ തിന്മയ്ക്കായി കൊണ്ടുവന്നാലും നമ്മൾ ദൈവത്തിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ, ദൈവത്തിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ അത് ഒരിക്കലും തിന്മയ്ക്കായിട്ട് വരത്തില്ല. ദൈവം ആ തിന്മയെ തിരിച്ച് നമ്മുടെ ലൈഫിൽ നന്മയ്ക്കായിട്ട് മാറ്റുന്ന ഒരു ദൈവമാണ്. അതെന്റെ ലൈഫിൽ ഞങ്ങൾ ഈ ഒരു സാക്ഷ്യം മാത്രമല്ല, പലവട്ടം ഞങ്ങളത് അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെ മരണകരമായ അവസ്ഥയിൽ നിന്ന് ദൈവം വിടുവിക്കുക മാത്രമല്ല, ആ ഒരു സിറ്റുവേഷൻ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നും പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു നന്മയുടെ സോഴ്സ് ആക്കി അതിനെ മാറ്റി ദൈവം. അപ്പൊ നമ്മുടെ ദൈവം എത്ര ഭയങ്കരനായ ദൈവമാണ്, എത്ര അത്ഭുതങ്ങൾ ചെയ്ത ദൈവമാണ്. ആ ദൈവത്തെ എത്ര സ്തുതിച്ചാലും മതിയാവത്തില്ല. അപ്പൊ ഇന്ന് ശ്രമിക്കുന്ന ആരെങ്കിലും ഇങ്ങനെ ടെൻഷൻ അടിക്കരുത്, എങ്ങനെ നടക്കുമെന്ന് ഓർത്ത് ടെൻഷൻ അടിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ ലൈഫിൽ നിന്ന് എനിക്ക് പറയാൻ പറ്റും, നമ്മൾ അതിനെ കുറിച്ച് വിചാരിക്കുകയേ വേണ്ട. അത് ദൈവത്തിന് വിട്ടുകൊടുക്കുക. എങ്ങനെ ഡോർ ഓപ്പൺ ആവുന്നുള്ളത് നമ്മുടെ വിഷയമല്ല, അത് കർത്താവിന്റെ കാര്യത്തിലാണ്. ഇല്ലാത്ത വഴികളെ തുറക്കുവാൻ ശക്തനായ ഒരു ദൈവമാണ്. അപ്പോ അതും ഈ ഒരു സാക്ഷ്യം എന്റെ ലൈഫിൽ ഞങ്ങളെ വളരെ ഞങ്ങളെയും വിശ്വാസത്തിൽ പിന്നെയും കർത്താവിനോട് കൂടെ ഉറപ്പിക്കുവാൻ ദൈവം ഞങ്ങളെ ഒരിക്കലും മുഖാന്തരമാണ്. അത് ഇന്നും ഞങ്ങളുടെ ലൈഫിൽ പിന്നെയും തുടർന്നുകൊണ്ടിരിക്കുന്നു. അതിനോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സാക്ഷ്യങ്ങൾ കേൾക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ വാസ്തവമായി പ്രാർത്ഥിക്കുന്ന ദൈവം അനുഗ്രഹിക്കട്ടെ. പിന്നെ അമേരിക്കയിൽ എങ്ങനെ നമ്മൾ എത്തിച്ചേർന്നത് ബ്രദർ? ഞങ്ങൾ അമേരിക്കയിൽ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വൈഫ് നേഴ്സാണ്. അപ്പൊ 2007 6 എഴുതിയതാണ്.
അപ്പൊ നേരത്തെ ഇവിടെ വരേണ്ടതായിരുന്നു, പക്ഷെ അത് കഴിഞ്ഞ് റിട്രോഗേഷൻ വന്നു. 8 വർഷം അത് ബ്ലോക്ക് ആയിപ്പോയി. 8 വർഷത്തേക്ക് അതിന്റെ പ്രോസസ്സിംഗ് എല്ലാം ഇവിടെ US പ്രസിഡന്റ് വന്ന്, അന്ന് അദ്ദേഹത്തിന്റെ പേരാണ് ഓർക്കുന്നില്ല, ഒരു പ്രസിഡന്റ് ഇവിടെ വന്നപ്പോ അത് എല്ലാ പ്രോസസ്സും സ്റ്റോപ്പ് ചെയ്തായിരുന്നു. നേഴ്സസിന് എടുക്കുന്നത് 8 ഇയേഴ്സോളം പെൻഡിങ്ങിൽ പോയി. പിന്നെ ഇപ്പൊ ഇരിക്കുന്ന പ്രസിഡന്റ് ട്രംപ് അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ടൈമിൽ വന്നപ്പോഴാണ് വീണ്ടും അത് ഓപ്പൺ ആവുന്നത്. അതുവരെ അത് ബ്ലോക്ക് ആയിരുന്നു. അങ്ങനെയാണ്. അപ്പൊ ഞങ്ങൾക്ക് പ്രതീക്ഷ വിട്ടുകളയാം. പക്ഷെ ദൈവം എന്നോട് ഞാൻ ഇതിനോട് ഒരു കാര്യം കാര്യം അപ്പൊ ദൈവം, ഞാൻ രക്ഷിക്കപ്പെട്ടു വന്ന സ്ഥാനത്ത് ഞാൻ ആ ദേവദാസനെ ഇതിനു മുമ്പും അതിനുശേഷവും കണ്ടിട്ടില്ല. അതിനുശേഷം ഇതുവരെ കണ്ടിട്ടില്ല. ആ ഒരു ദേവദാസനെ എന്റെ ലൈഫിൽ അന്ന് മാത്രമേ കണ്ടത്. ഞാനത് നാട്ടിലുള്ള ചർച്ചിൽ പോയിട്ട് ഇറങ്ങി വരുമ്പോൾ ഒരു കർത്താവിന്റെ ദാസൻ എന്നെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ദൈവം നിന്നെ അമേരിക്കയിൽ അയക്കുമെന്ന് പറഞ്ഞു. ഞാൻ രക്ഷിക്കപ്പെട്ടു വന്ന സ്ഥാനത്താണ് ഇടയ്ക്ക. ആ ദേവദാസനെ അതിനുശേഷം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ എന്നോട് ദൈവം എന്ന് പറഞ്ഞു നിന്നെ അമേരിക്കയിൽ അയക്കുന്നു. എന്റെ വൈഫിനോട് അതുപോലെ തന്നെ വാർത്തിട്ടുണ്ട്. നാളുകളായിട്ട് നിങ്ങൾ അമേരിക്കയിൽ പോകും, നിങ്ങളുടെ കുടുംബമായിട്ട് അമേരിക്കയിൽ അയക്കുമെന്ന് വാർത്തിട്ടുണ്ട്. പക്ഷെ ഈ പ്രോസസ്സിന് അപ്ലൈ ചെയ്തതിനു ശേഷം അത് ബ്ലോക്ക് ആയി പോയി കഴിയുമ്പോൾ പിന്നെ ഞങ്ങൾക്ക് വേറൊരു വഴിയില്ല, അമേരിക്കയിലേക്ക് വരാനൊരു വഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ കാനഡയിലേക്ക് ട്രൈ ചെയ്യാന്ന് വിചാരിക്കുന്നത്. പക്ഷെ ദൈവം വാക്ക് പറഞ്ഞു, ദൈവം അത് നടത്തി. ഇന്നും ഇവിടെ ഇരിക്കുന്നു. 10 വർഷം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പക്ഷെ 13 വർഷം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പക്ഷെ ദൈവം ഇവിടെ കൊണ്ടുവന്നു. അങ്ങനെ ഇപ്പൊ ഇരിക്കുന്ന പ്രസിഡന്റിന്റെ കഴിഞ്ഞ ടൈമിൽ വന്നപ്പോഴാണ് അദ്ദേഹം റിട്രോഗേഷൻ ബ്ലോക്ക് മാറ്റി പിന്നെ വീണ്ടും പഴയ ഫയലുകൾ പ്രോസസ് ചെയ്യാൻ തുടങ്ങുന്നത്. അങ്ങനെ 2021 ആയപ്പോഴത്തേക്കും, അതായത് കോവിഡിന്റെ അവസാനമായപ്പോഴത്തേക്കും ഞങ്ങളുടെ ഫയലും പ്രോസസ്സായി US വരാൻ ദൈവം സഹായിക്കുന്നത്. അപ്പൊ അതും ഇങ്ങനെ ബ്ലോക്ക് ആയി കിടന്ന് ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ചു. കാരണം ആ വഴി അടഞ്ഞു. പക്ഷെ വാക്ക് പറഞ്ഞത് കർത്താവാണോ? ആരൊക്കെ അടച്ചാലും ദൈവം തുറന്ന ഒരു മനുഷ്യർക്കും ഒരു വ്യക്തിക്കും ഒരു ശക്തിക്കും അടയ്ക്കാൻ കഴിയത്തില്ല. അങ്ങനെയാണ് ദൈവത്തിന്റെ ഒരു വാക്തത്വ നിവൃത്തീകരണത്തിന്റെ കാരണമാണ് ഞങ്ങളിപ്പോൾ ഇവിടെ US ഇരിക്കുന്നത്. ഇന്ന് സ്വർഗത്തിലെ ദൈവം സന്തോഷമായി US പ്രദേശത്ത് കുടുംബമായി നിങ്ങളെ പാർപ്പിച്ചിരിക്കുന്നല്ലോ. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. പലരും പലതും മറന്നുപോകും. എന്നാൽ സ്വർഗത്തിലെ ദൈവം നമ്മളോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം അത് നിവർത്തിക്കുക തന്നെ ചെയ്യും. അത് ജീവിതത്തിൽ അക്ഷരപ്രതി അനുഭവിച്ചറിയാൻ പ്രിയ സഹോദരനെയും കുടുംബത്തെയും കർത്താവ് കൃപ ചെയ്തിട്ട് നിങ്ങളുടെ പട്ടണത്തിൽ പാർത്തുകൊണ്ട് ജോലി വേലകൾ ചെയ്ത് കുടുംബമായി പാർത്ത് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് അപ്പോൾ തന്നെ കർത്താവ് ആക്കിയ ഇടങ്ങളിൽ, കർത്താവ് അയക്കുന്ന ഇടങ്ങളിലൊക്കെ കർത്താവിൻ്റെ വേലയ്ക്ക് ചുമൽ കൊടുക്കുവാനും അനേകരെ കർത്താവിലേക്ക് നയിക്കുവാനും നടത്തുവാനും കർത്താവ് വരുന്ന ആളുകളെ നിങ്ങളെ സഹായിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സാക്ഷ്യം ഇന്ന് സന്ധ്യയിൽ കേൾക്കുവാൻ കർത്താവ് സഹായിച്ചല്ലോ. ഒരു വാക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവർ, ഒരു വാക്ക് ദൈവസന്നിധി സ്തോത്രം ചെയ്താട്ടെ. കർത്താവേ, ഹല്ലേലൂയ. കർത്താവേ, സ്തോത്രം സ്തോത്രം സ്തോത്രപ്പാ. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങൾ, ദൈവം ഞങ്ങളെ വിടുവിച്ച വിധങ്ങൾ, ഹല്ലേലൂയ കർത്താവേ, അങ്ങയുടെ വഴികളെ കുറിച്ച് വീണ്ടും കർത്താവേ ഒരു സാക്ഷിയാകുവാൻ ദൈവം തന്ന അവസരത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ഇതിന് ഹല്ലേലൂയ മുഖാന്തരമായി തീർന്ന ജോയ്സ് ടിവിയെയും അതിന്റെ കർത്താവ് പിന്നിൽ പ്രവർത്തിക്കുന്നത് പാസ്റ്ററേയും കുടുംബത്തെയും എല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. പ്രത്യേകിച്ച് ഇത് കേൾക്കുന്ന ഓരോ ഹല്ലേലൂയ വ്യക്തികളെയും അപ്പാങ്ങ് എടുത്തിരിക്കരുന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അങ്ങ് സത്യദൈവം, അങ്ങ് ജീവനുള്ള ദൈവം, അങ്ങല്ലാതെ വേറൊരു ദൈവമില്ല. അങ്ങിൽ കൂടി അല്ലാതെ വേറൊരുവനും രക്ഷയില്ല കർത്താവേ. ഹല്ലേലൂയ കർത്താവേ, അതെന്റെ ജീവിതത്തിൽ അങ്ങ് ഹല്ലേലൂയ എനിക്ക് മനസ്സിലാക്കി തന്നതുപോലെ കർത്താവേ, ആരുടെയെങ്കിലും ഹൃദയത്തിൽ ഹല്ലേലൂയ ഏതെങ്കിലും വിഷയങ്ങൾ മൂലം കർത്താവേ അല്ലെങ്കിൽ ദൈവത്തിനോട് അടുക്കുവാൻ കഴിയാതിരിക്കുന്നെങ്കിൽ ഹല്ലേലൂയ ദൈവമേ, എന്നോട് വചനത്തിൽ നിന്ന് സംസാരിച്ചതുപോലെ ഹല്ലേലൂയ വചനം എന്നോട് സംസാരിച്ചതുപോലെ ഓരോ വ്യക്തികളോടും അങ്ങയുടെ വചനത്തിലൂടെ ഇടപെട്ട് കർത്താവേ ഹല്ലേലൂയ അങ്ങിലോട്
കഴിപ്പിക്കുവാൻ ഒരു കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ആരെങ്കിലും ഏതെങ്കിലും വിഷയത്തിന് മുമ്പിൽ ഭാരപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ഇതെങ്ങനെ നടക്കും, ഇതെങ്ങനെ സംഭവിക്കും എന്ന് ചിന്തിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ കർത്താവേ, ഹല്ലേലൂയ, ഇല്ലാത്ത വഴികളെ തുറക്കുന്ന ദൈവമാണ് അങ്ങ്. ഹല്ലേലൂയ. അടഞ്ഞു കിടക്കുന്ന വാതിലുകളെ തുറക്കുന്ന ദൈവമാണ് അങ്ങ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഉളവാകട്ടെ എന്നുള്ള ഒരു ശബ്ദത്താൽ സകലത്തെ സൃഷ്ടിച്ച കർത്താവേ, ഹല്ലേലൂയ. ആരുടെയെങ്കിലും ജീവിതത്തിൽ ഏതെങ്കിലും രോഗത്തിന്റെ പ്രയാസത്തിലായിരിക്കുന്നുവെങ്കിൽ, രോഗികളായിരിക്കുന്നവർ യേശുവിന്റെ നാമത്തിൽ വിടുവിക്കപ്പെട്ട്, പ്രത്യേകിച്ച് ഹാർട്ട് സംബന്ധമായ പ്രോബ്ലംസ് യേശുവിന്റെ നാമത്തിൽ വിടുവിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സകലതും ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശു കർത്താവിന്റെ നാമത്തിൽ ചോദിക്കുന്ന പിതാവേ. ആമേൻ. ആമേൻ.